ഈ രാജ്യത്തിന്റെ ഭരണകൂടം ഇവിടെയുള്ള ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഇതിനുവേണ്ടി പ്രയത്നിച്ചാലുള്ള സെന്ററിന്റെ പ്രവർത്തകർ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുന്നതാണ്. ആമീൻ. أتقدم بخالص الشكر وعظيم الامتنان إلى حضرة صاحب السمو أمير دولة الكويت ولي وحده حفظه الله على هذه الدعوة الكريمة لإلقاء درس رمضاني، سائلا المولى عز وجل أن يجزيهم خير الجزاء وأن يبارك في جهودهم المباركة في خدمة الإسلام والمسلمين، وأن يحفظ دولة الكويت قيادة وشعبا. كما أشكر معالي وزير الأوقاف والشؤون الإسلامية معالي الدكتور محمد البصري حفظه الله، والسيد علي سامي علي القاضي رئيس قسم البرامج الثقافية بوزارة الأوقاف والشؤون الإسلامية. സഹോദരങ്ങളെ, വിശുദ്ധ റമദാനുമായി ബന്ധപ്പെട്ടാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നാം എന്ന് പറഞ്ഞാൽ മനുഷ്യരായ നമ്മളൊക്കെ ഒരു നോമ്പൽ കേൾക്കാൻ വേണ്ടി കാതുകൊണ്ടിരിക്കുകയാണ്. ഒരു അവസാനത്തെ ബെല്ല് ഈ പരീക്ഷാ ഹാളിൽ മുഴങ്ങും. ജീവിതമെന്ന ഈ പരീക്ഷാ ഹാളിൽ മുഴങ്ങുന്ന ആ അവസാനത്തെ ബെല്ല് നമ്മൾ ഓരോരുത്തരും കേൾക്കും. ആ ബെല്ല് കേട്ട് ഈ ദുനിയാവിലെ ജീവിതം അവസാനിപ്പിച്ചു പോയ നമ്മുടെ മുൻഗാമികളായ മാതാപിതാക്കളുണ്ട്, സഹോദരി സഹോദരങ്ങളുണ്ട്. കഴിഞ്ഞ ഈ ദിവസം നമ്മളോടൊപ്പമുള്ള കഴിഞ്ഞ റമദാനിലെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്ത നമ്മുടെ സുഹൃത്തുക്കളുണ്ട്. അല്ലാഹു അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. ആമീൻ. ആ അവസാനത്തെ ബലി കേൾക്കുന്നത് വരെ ഈ പരീക്ഷാ ഹാളിൽ നിന്ന് പരീക്ഷ എഴുതേണ്ടവരാണ് നാം. ഈ ജീവിതം ആരാണെന്ന് നാം മനസ്സിലാക്കണം. ഈ ജീവിതത്തെ സൃഷ്ടാവ് സംവിധാനിച്ചിട്ടുള്ളത് ആ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയാണ്. മനുഷ്യനെ സിദ്ധാന്തത്തിൽ നിന്ന് സൃഷ്ടിച്ച് ആരാണ് വിജയി, ആരാണ് പരാജയം ചേർല അത് പോയി നമ്മള്
ഇത്തരത്തിലുള്ള ഒരു ടെസ്റ്റിന് വിധേയമാകാൻ നമ്മളൊക്കെ തയ്യാറായിട്ടുണ്ടോ ഇല്ലയോ എന്നതാണ്. ലോക മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച അതിസുന്ദരമായ ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുള്ള ഒരു ജീവിത പാഠശാലയാണ് റമദാൻ. ഈ ജീവിത പാഠശാലയിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ മുസ്ലിങ്ങളായ വടനാട്ടിൽ ആത്മപരിശോധന നടത്തിയ ഒരു ലക്ഷ്യമാണ് റമദാനിന്റെ മുമ്പുള്ള ദിവസങ്ങളെന്ന് പറയുന്നത്. റമദാനുകളിൽ തൊട്ടകലത്തുള്ളിൽ കൈവരിയ സമ്മാനങ്ങളുമായി പ്രിയപ്പെട്ടവരെ അതിഥിയെ പോലെ നമ്മിലേക്ക് വരാൻ ഹൃദയപൂർവം അതിനെ സ്വീകരിക്കാനുള്ള ആനന്ദത്തിലാണ് നമ്മൾ. സത്യത്തിൽ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നറിയില്ല. റമദാനിന്റെ ബാലചന്ദ്രൻ ഉദിക്കുന്നത് ആകാശമണ്ഡലത്തിലല്ല, എന്റെയും നിങ്ങളുടെയും ഒക്കെ മനോമണ്ഡലത്തിലാണ്. അല്ലെങ്കിൽ അങ്ങനെയാണ് ഉദിക്കേണ്ടത്. അതുകൊണ്ടാണ് ആ ചന്ദ്രനെ കാണുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത്, അല്ലാഹുമ്മ അല്ലാഹു അക്ബർ اللهم أهله علينا بالأمن والإيمان والسلامة والإسلام والتوفيق لما تحب ربنا وترضى ربنا وربك الله. ആ ബാലചന്ദ്രനെ നോക്കി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചു. ചന്ദ്രൻ വീഴ്ച വന്നത് കണ്ടപ്പോ, റമദാനിന്റെ അമ്പടി കണ്ടപ്പോ, അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ. നമ്മുടെ ചിന്തയിൽ എപ്പോഴും ഉണ്ടാകേണ്ട വികാരം അതാണ്. പ്രപഞ്ചത്തിലുള്ള ഏത് ദൃഷ്ടാന്തങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലാഹു അക്ബർ എന്നതാണ്. എന്നിട്ട് തിരുമേനി തുടർന്ന് പറഞ്ഞു, അല്ലാഹുവേ, ഈ ഉദിച്ചുയർന്നു വന്ന ഹിലാലിനെ ഞങ്ങൾക്ക് നീ ഗുണകരമാക്കണമേ, ഐശ്വര്യപൂർണമാക്കണമേ. സുരക്ഷയും സമാധാനവും ഇസ്ലാമും ഞങ്ങൾക്ക് ലഭ്യമാക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ആ ചന്ദ്രനോട് അവസാനമായി നടത്തുന്ന ഒരു വർത്തമാനം അത് റബ്ബുനാ വറബ്ബുക അല്ലാഹ് എന്നതാണ്. റബ്ബുനാ വറബ്ബുക അല്ലാഹ്, ഞങ്ങളുടെ റബ്ബും നിന്റെ റബ്ബും അല്ലാഹുവാണ് എന്ന്. ഇതാണ് റമദാനിന്റെ തുടക്കത്തിൽ നമ്മൾ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതൊരു കേവലം ചൊല്ലേണ്ട ദിക്റല്ല, മറിച്ച് നമ്മൾ ആലോചിക്കണം, ആ റബ്ബിനെ കുറിച്ച് നമ്മുടെ ഉള്ളിലൊരു ബോധമുണ്ടായി എന്ന്. ആ ചന്ദ്രനെ നോക്കി റസൂലുള്ളാഹി പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം, റബ്ബുനാ വറബ്ബുക അല്ലാഹ്. നമുക്ക് പറയാനാവണം നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ പാഠമായി അത് മാറണം. ഇന്ന് ഏറ്റവും കൂടുതൽ പ്രയാസമുള്ള ഒരു വിഷയം അല്ലാഹുവാണ് റബ്ബ് എന്ന് പറയലാണ്. മറ്റു പലതുമാണ് ഇന്നുള്ള നമ്മുടെ റബ്ബ്. നമുക്കറിയാമല്ലോ, സമ്പത്ത് നമ്മുടെ റബ്ബായിട്ടുണ്ട്, പൊസിഷൻ നമ്മുടെ റബ്ബായിട്ടുണ്ട്, സൗന്ദര്യവും തറവാടുമൊക്കെ നമ്മുടെ റബ്ബായി മാറിയിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ പറയേണ്ടത്, റബ്ബുനാണ് റബ്ബുനാ ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്. അല്ലാഹു നമ്മളെ കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയുന്ന വാക്ക് അതാണ്,
ഇന്നല്ലദീന ഖാലൂ റബ്ബുനാ അല്ലാഹ്, അല്ലാഹുവാണ് നമ്മുടെ റബ്ബ് എന്ന് പറഞ്ഞു. ആദ്യത്തെ വാക്ക് അതായിരിക്കണം, ആദ്യത്തെ ചിന്ത അതായിരിക്കണം. ജീവിതത്തിലുടനീളം അതുണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം. എന്റെ റബ്ബ് അല്ലാഹു മാത്രമാണ് എന്ന ചിന്ത. അതാണ് റമദാനിലേക്ക് കാൽ വെക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകേണ്ട ഒന്നാമത്തെ വികാരം. അല്ലാഹു നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ജീവിതം ധന്യമാവുകയുള്ളൂ എന്ന് നാം ഓർക്കണം. പറയുന്നത് നോമ്പനുഷ്ഠിക്കുക എന്ന് പറയുന്നത് സത്യത്തിൽ വളരെ ആത്മാർത്ഥതയോടെ നമ്മുടെ പോരായ്മകളെയും പരാജയങ്ങളെയും വൈരുദ്ധ്യങ്ങളെയും നിരീക്ഷിക്കാനുള്ള അവസരമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പോരായ്മകളുണ്ട്, പരാജയങ്ങളുണ്ട്, പലപ്പോഴും വൈരുദ്ധ്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അവയെ നിരീക്ഷിക്കുകയാണ് യഥാർത്ഥത്തിൽ റമദാനിൽ നാം റബ്ബുനാ അല്ലാഹ് എന്ന് പറയുമ്പോൾ ഉണ്ടാക്കിയത്. കുറച്ചു വെക്കാൻ നമുക്കൊന്നുമില്ല. അതാണ് ഗുണ പറയാനുള്ള ശ്രമവും നോമ്പിനെ കുറിച്ച് പറയുമ്പോൾ ജീവിതത്തിന്റെ മുൻഗണനകളും അർത്ഥവും സ്വയം അന്വേഷിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സമയമാണിത്. എന്താണ് എന്റെ ജീവിതത്തിലെ മുൻഗണന, എങ്ങനെയായിരിക്കണം നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഇപ്പോ നമ്മുടെ അതല്ല മറ്റു വല്ലതുമൊക്കെ ഉണ്ടാകേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഇവിടെയാണ് നാം നമ്മളെ മനസ്സിലാക്കേണ്ടത്. നമുക്ക് നൈസർഗികമായ ഒരുപാട് ഇച്ഛകളുണ്ട്. ആ ഇച്ഛകൾ റബ്ബിന്റെ ഇഷ്ടത്തിന് വിധേയമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. ആ ഇച്ഛകളെ അതിനുവേണ്ടി നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കണം. അതിനാണ് യഥാർത്ഥത്തിൽ അല്ലാഹു നമുക്ക് നോമ്പ് നിർബന്ധമാക്കിയിട്ടുള്ളത്. നിർബന്ധം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം പലപ്പോഴും നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളത് ചെയ്തില്ലെങ്കിൽ ശിക്ഷയുള്ളതും ചെയ്താൽ പ്രതിഫലമുള്ളതും എന്നതാണ്. അതിനപ്പുറമുള്ള ഒരു ചിന്തയാണ് റമദാനിലെ നോമ്പ് നിർബന്ധം എന്ന് പറയുമ്പോൾ ഉണ്ടാകേണ്ടത്. ഞാൻ ഉപയോഗിക്കുന്ന വണ്ടി പെട്രോൾ അടിക്കുന്ന ഒരു വണ്ടിയാണ്. ആ വണ്ടിയിൽ പെട്രോൾ അടിക്കൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഡീസൽ അടിച്ചുള്ള അതിന്റെ നിശ്ചയിച്ചു തന്നത് ആ വണ്ടിയിൽ പെട്രോൾ അടിക്കുക എന്നതാണ്. അത് നിർബന്ധമെന്ന് പറയുമ്പോൾ അത് കേവലം നിർബന്ധമല്ല, മറിച്ച് പെട്രോൾ അല്ലാതെ അടിക്കുന്നതെങ്കിൽ എന്റെ വണ്ടി ചീത്തയായി പോകും. അതാണ് നോമ്പ് നിർബന്ധമാണ് എന്ന് പറഞ്ഞതിന്റെ ആവശ്യം. നോമ്പല്ല, നോമ്പിലൂടെ നമ്മുടെ ജീവിതത്തെ നാം ധന്യമാക്കാൻ ശ്രമിക്കുന്നതിലേക്ക് നമ്മുടെ ജീവിതം വൃഥാവിലായി പോകും എന്ന് നാം ചിന്തിക്കണം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇതൊക്കെ ആലോചിക്കണമെങ്കിൽ, ചിന്തിക്കണമെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരെന്ന നിലക്ക് സ്വാതന്ത്ര്യത്തെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നാം. വിശ്വാസികളുടെ സ്വാതന്ത്ര്യത്തിന് സത്യത്തിൽ ചില അതിരുകളുണ്ട്. പലർക്കും അതിരുകളില്ലാത്തതുപോലെ അതിരുകളില്ലാത്തവരല്ല നാം. സ്വാതന്ത്ര്യത്തിന്റെ പുതിയ നിർവചനം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനകൾ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള ഒരു സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യം നമ്മളെ പഠിപ്പിക്കുകയാണ് നോമ്പ് ചെയ്യുന്നത്. നമ്മുടെ സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലങ്ങിടുന്നത് യഥാർത്ഥത്തിൽ നമുക്ക് സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടിയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ ഓർക്കേണ്ടത്, ഈ വ്രതത്തിന്റെ നാളുകളിൽ മറ്റേത് സന്ദർഭത്തേക്കാളുപരി
മറ്റേത് അവയവത്തേക്കാളും ഉപരി ശ്രദ്ധയോടെ നാം നോക്കേണ്ടത് നമ്മുടെ ഹൃദയത്തിലേക്കാണ്. ഹൃദയം എന്ന പ്രത്യേകമായ അവയവം, അത് ഫിസിക്കലായി പറഞ്ഞാൽ മനുഷ്യന്റെ ജീവിതത്തിന് ആവശ്യമായ രീതിയിൽ രക്തം പമ്പ് ചെയ്യാനുള്ള കേവലം ഒരവയവമല്ല എന്നും, മറിച്ച് ആ ഹൃദയത്തിന്റെ വിശുദ്ധിയാണ് എന്റെ വിശുദ്ധി എന്നും മനസ്സിലാക്കാനാണ് നമുക്ക് സാധിക്കേണ്ടത്. അവിടെയാണ് യഥാർത്ഥത്തിൽ നാം വിജയിക്കുക. നമ്മുടെ സഹോദരങ്ങളെ നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത് നമ്മുടെ ഹൃദയത്തെ കുറിച്ചാണ്. ലഅല്ലക്കും തത്തഖൂൻ എന്നതാണല്ലോ നോമ്പ് നിർബന്ധമാക്കിക്കൊണ്ട് പറഞ്ഞ വാചകം. തഖ്വ എവിടെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൂണ്ടിക്കാണിച്ചു തന്നത് എന്റെ നെഞ്ചിലേക്ക് ചൂണ്ടിക്കൊണ്ടായിരുന്നു. ആ നെഞ്ചിലേക്ക് ചൂണ്ടിക്കൊണ്ട് 3 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞത് അവിടെയാണ് തഖ്വ എന്നാണ്. നമ്മളൊക്കെ പരിശോധിക്കേണ്ടത് നമ്മുടെ ആ ഹൃദയം എന്ന അവയവത്തെ കുറിച്ചാണ്. ഹൃദയം എന്ന അവയവത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ആ അവയവത്തിൽ എന്തെങ്കിലും അബദ്ധങ്ങൾ വന്നാൽ അത് നമ്മുടെ മറ്റു അവയവങ്ങളിലൊക്കെ നിർദ്ധരിച്ച് കാണും. വിശേഷിച്ചും നമ്മുടെ മുഖത്ത് അത് നിർദ്ധരിച്ച് കാണും. ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങളെ, ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് നമ്മളൊക്കെ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്, അല്ലാഹുമ്മ ജഅൽ ഖൽബി ഖൽബൻ സലീമ. ഇബ്രാഹിം അലൈഹിസ്സലാം പഠിപ്പിച്ചു തന്നതാണ് ആ വരികൾ. അല്ലാഹുവേ, എന്റെ ഖൽബിനെ നീ സലീമായ, നിഷ്കളങ്കമായ, നിർഭയമായ ഖൽബാക്കി, ഹൃദയമാക്കി മാറ്റി തരണമേ. ഈ ഖൽബിൽ കൈവച്ചുകൊണ്ട് എനിക്കും നിങ്ങൾക്കും പറയാനാവുമോ എന്റെ ഖൽബ് സലീമാണ് എന്ന്? നമ്മൾ ആലോചിക്കണം നമ്മളെ കുറിച്ച്. ആ ഖൽബ് സലീമായെങ്കിൽ മാത്രമേ അവിടെ തഖ്വ പ്രവേശിക്കുകയുള്ളൂ. നിങ്ങളെ കാണുമ്പോൾ എന്റെ നെറ്റി ചുളിഞ്ഞു പോകുന്നുവെങ്കിൽ, എനിക്ക് മുഖം തിരിക്കേണ്ടി വരുന്നുവെങ്കിൽ, നിങ്ങളെ കുറിച്ച് എനിക്ക് അപവാദങ്ങൾ പറയേണ്ടി വരുന്നുവെങ്കിൽ, എന്റെ ഉള്ളിൽ നിങ്ങളുടെ നേട്ടങ്ങളോ അസൂയയും പകയും ചെയ്യുമെങ്കിൽ, അതിനർത്ഥം എന്റെ ഹൃദയം രോഗാതുരമാണ് എന്നാണ്. ഇവിടെ നാം നമ്മളെ കുറിച്ച് ആലോചിക്കേണ്ടത് വിശ്വാസം എന്ന് പറയുന്നത് ഈ ഹൃദയത്തിന്റെ അകത്ത് കത്തി നിൽക്കേണ്ട ഒരു വിളക്കാണ്. ഹൃദയത്തിനകത്ത് കത്തി നിൽക്കേണ്ട, പ്രകാശിച്ചു നിൽക്കേണ്ട, പ്രശോഭിച്ചു നിൽക്കേണ്ട ഒരു വിളക്കാണ് ഈമാൻ എന്ന് പറയുന്നത്. ഈമാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു പ്രത്യേകമായ ആശയം രൂപം വരേണ്ടതുണ്ട്. ഈമാൻ എന്നത് നിർഭയത്വമാണ്. ഈമാൻ എന്ന് പറയുന്നത് പേടിയില്ലാത്ത അവസ്ഥ. ഒരു വിശ്വാസിക്ക് കിട്ടേണ്ട ഏറ്റവും മനോഹരമായ അനുഭവമാണ് അത് അവിശ്വാസിയുടെ ഹൃദയത്തിനകത്താനുണ്ടാവുക. പേടിയില്ലാത്ത ഒരവസ്ഥ. വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പറയുന്നുണ്ട്, ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവരെ ദുഃഖിക്കേണ്ടി വരികയില്ല, പേടിക്കേണ്ടി വരികയില്ല എന്ന്. ഇതാണ് ഈമാൻ. എന്തിനാണ് നാം ഭയപ്പെടുന്നത്? ആരെയാണ് നമുക്ക് ഭയപ്പെടാനുള്ളത്? ഈ ഒരു ഈമാൻ നമ്മുടെ ഹൃദയത്തിൽ കത്തി നിൽക്കുന്ന ഒരു പ്രകാശമായ ഈ ഈമാൻ, ആ പ്രകാശത്തിൽ ഒരു പുതുമയുണ്ട്. അതിന്റെ വാട്സ് കുറയുകയും കൂടുകയും ചെയ്യും. ചിലപ്പോൾ ഈമാൻ ശക്തമാകും, ചിലപ്പോൾ കുറഞ്ഞു വരും, ചിലപ്പോൾ ദുർബലമാകും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇന്നൽ ഈമാന ല യഖ്ലഖു ഫീ ജൗഫി അഹദികും കമാ യഖ്ലഖു അസ്-സൗബ ഫസ്അലുല്ലാഹ അൻ യുജദ്ദിദ അൽ-ഈമാന ഫീ ഖുലൂബികും. നമ്മളൊക്കെ ധരിച്ചിട്ടുള്ള വസ്ത്രങ്ങളെ പോലെ നിങ്ങളുടെ നെഞ്ചകങ്ങളിലെ ഈമാനിൽ പഴക്കം വരാം, തുരുമ്പൽ വരാം. അതുകൊണ്ട് ഹൃദയങ്ങളിലെ ഈമാനിനെ പുതുക്കം ലഭിക്കാൻ അല്ലാഹുവിനോട് നിങ്ങൾ സദാ ചോദിച്ചുകൊണ്ടിരിക്കണം. ഈ ഈമാനിന്റെ സവിശേഷത അതാണ്.
ആ ഈമാൻ കെട്ടുപോകാതിരിക്കാൻ, അത് തുരുമ്പ് പിടിച്ചു പോകാതിരിക്കാൻ, അത് തുരുമ്പിപ്പോകാതിരിക്കാൻ, അതിനാണ് യഥാർത്ഥത്തിൽ അള്ളാഹു നമുക്ക് ഈ റമദാൻ എന്ന സന്ദർഭം നൽകിയിട്ടുള്ളത് എന്ന് നാം ഓർക്കണം. അതുകൊണ്ട് ഒരുങ്ങേണ്ടത് നമ്മുടെ ഹൃദയമാണ്. ഒരുങ്ങേണ്ടത് ഹൃദയത്തോടനുബന്ധിച്ച് ചേർത്ത് ഹൃദയത്തെ ബന്ധിപ്പിച്ച് മറ്റെല്ലാ അവയവങ്ങളും റമദാനിൽ വ്രതത്തിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ പോലും അടിസ്ഥാനം ഹൃദയമാണ് എന്നർത്ഥം. റമദാൻ ആഗതമാകുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നനച്ചുകൂടി എന്നൊരു എളുപ്പമുണ്ട്. വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കി റമദാനിന് വേണ്ടി വിശ്വാസി കുടുംബങ്ങളുടെ ഒരുക്കമാണ്. സഹോദരങ്ങളെ, നാട്ടത്തിൽ നനച്ചുകൂടി നടത്തേണ്ടത് നമ്മുടെ ഹൃദയത്തിലാണ്. പരിസരവും ശുദ്ധവും ഹൃദയം അഴുക്ക് നിറഞ്ഞതുമാണെങ്കിൽ സത്യത്തിൽ നമുക്ക് നോമ്പ് ഗുണം ചെയ്യുകയില്ല. നമുക്ക് നോമ്പ് ഇതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചുവല്ലോ, നോമ്പിനെ കുറിച്ച് പറഞ്ഞ സ്ഥലത്തുള്ള ചില വാചകങ്ങൾ. മനോഹരമായ ഒരു പ്രയോഗമാണ്. ആ പ്രയോഗത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതിലേറെ മനോഹരമാണ്. ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഒരു കടുപ്പം അതിനുള്ളതായി നിങ്ങൾക്ക് തോന്നി. എന്നാണ് പറഞ്ഞത്, എന്നല്ല, എന്നാണ് പറഞ്ഞത്. എന്താണ് മനസ്സിലാക്കുന്നത്? ആകാശലോകത്തിന്റെ സ്വർഗത്തിന്റെ വാതിലുകൾ കേവലം തുറക്കപ്പെടുകയില്ല, ശക്തമായി തുറക്കപ്പെട്ടിട്ടുണ്ട്. നരകത്തിന്റെ വാതിലുകൾ കേവലം അടക്കപ്പെടുകയല്ല, ശക്തമായി അടക്കപ്പെട്ടിട്ടുണ്ട്. നമ്മെ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, വഴിപഴപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പിശാചുക്കളെ സാധാരണ ചങ്ങല കിട്ടുന്നതല്ല, ശക്തമായ ചങ്ങല കാണിക്കുന്നത്. അതാണ് ഇവിടെ ശക്തി കൂട്ടി പറയുന്നത്. കാരണം ഇത് പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം, എന്റെ സ്വർഗം, എന്റെ നരകം, എന്റെ ശൈത്താൻ ഇതെവിടെയായിരിക്കും? നമ്മൾ ആലോചിക്കണം. മറ്റൊരിക്കൽ തിരുവേണ്ടി പറയുന്നുണ്ട്, ഇദാ ദഖല റമദാൻ എന്ന് പറഞ്ഞുകൊണ്ട് പ്രയോഗം പറയുന്നുണ്ട്. റമദാൻ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ മനസ്സിലാക്കിയത് റമദാൻ എന്ന മാസം വന്നു കഴിഞ്ഞാൽ എന്നാണ്. അല്ല സഹോദരത്തെ, റമദാൻ നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ എന്നാണ് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചത്. അഥവാ നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കണം എന്നാണ്. അതിനുവേണ്ടി ഹൃദയത്തെ നാം ശരിയാക്കിയെടുക്കണം സഹോദരൻ. ആ ശരിയാക്കിയെടുത്ത ഹൃദയത്തിലേക്ക് മാത്രമേ റമദാൻ നൽകുന്ന സമ്മാനമായ തഖ്വ ഉരുത്തിരിഞ്ഞു വരികയുള്ളൂ. തഖ്വ എന്ന് പറയുന്നത് മനുഷ്യന്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കാവുന്ന ഒന്നല്ല. ഹൃദയത്തിന്റെ അകത്ത് അതിന്റെ ആഴി അല്ലാഹു നമുക്ക് വേണ്ടി സംവിധാനിച്ചു വെച്ച ഒരു സമ്മാനമാണ്. അത് അനുഭവമാണ്, ജീവിതത്തിൽ അനുഭവപ്പെടണം. എവിടെയൊക്കെ നമ്മുടെ ഈമാനിനെ പരീക്ഷിക്കുന്ന, ഈമാനിനെ തിരക്കിക്കളയുന്ന, ഈമാനിന്റെ വാത്സല്യം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പിശാചുക്കൾ കടന്നു വരുമ്പോ അവിടെയൊക്കെ ഈ തഖ്വയെ നേരിടാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കും. എത്രയെത്ര സംഭവങ്ങൾ നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട്. ഈ തഖ്വയില്ലാത്തതിന്റെ പേരിൽ പരാജയപ്പെട്ടു പോയ സംഭവങ്ങൾ, ദുനിയാവിലെ പണവളപ്പുകൾ നമ്മളൊക്കെ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. തഖ്വയില്ല. ആ തഖ്വയാണ് യഥാർത്ഥത്തിൽ നാം ഉണ്ടാക്കി കൊണ്ടുവരുന്നത്. സഹോദരങ്ങളെ, നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. ഈ ഹൃദയത്തെ കുറിച്ച് ഇപ്രകാരം പറയുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും എന്റെ ഉള്ളിൽ ഒരു കുത്തുണ്ട്. പറയുന്ന നിന്റെ ഹൃദയം ശുദ്ധമാണോ?
ശുദ്ധമല്ലെന്ന് നമുക്ക് തോന്നുന്നുവെങ്കിൽ അതിലൊരു അശുദ്ധമാക്കണം. രണ്ട് ബന്ധങ്ങളുടെ ചേർക്കലാണ് യഥാർത്ഥത്തിൽ ഹൃദയത്തിന്റെ ശുദ്ധീകരണം എന്ന് പറയുന്നത്. രണ്ട് ബന്ധങ്ങൾ. ഒന്ന് എന്നെ സൃഷ്ടിച്ച സൃഷ്ടാവുമായുള്ള ബന്ധമാണ്, അല്ലാഹുവുമായുള്ള ബന്ധം. ആ ബന്ധം രൂഢമൂലമാക്കണം. പല കാരണങ്ങളാൽ ആ ബന്ധം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കൊച്ചു കൊച്ചു തിന്മകൾ, കൊച്ചു കൊച്ചു തെറ്റുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ പലപ്പോഴും നമ്മൾ അതിനെ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ കൊച്ചു കൊച്ചു ചരൽക്കല്ലുകളാണ് വലിയ പർവ്വതങ്ങളായി മാറിയത് എന്നതുപോലെ കൊച്ചു കൊച്ചു തെറ്റുകൾ മഹാപാതകങ്ങളായി മാറി അവസാനം അല്ലാഹു പറഞ്ഞതുപോലെ നമ്മുടെ ഹൃദയങ്ങൾക്കൊക്കെ ഒരു പ്രാവ് വാങ്ങിച്ചു. ഞാൻ രക്ഷപ്പെടുമോ? അതാണ് എന്റെ ചിന്ത. എനിക്കെന്റെ റബ്ബ് പുറത്തു തരുമോ? സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കണം. റബ്ബ് പുറത്തു തരുമെന്ന് മാത്രമല്ല, റബ്ബ് നമ്മളോട് ആവശ്യപ്പെടുന്നത് ആ പുറപ്പെടിലേക്ക് നിങ്ങൾ അതിവേഗം വരാനാണ്. ഇതാ റബ്ബൊരുക്കി വെച്ചിരിക്കുന്ന മഗ്ഫിറത്തിലേക്ക്. നിങ്ങൾ എത്ര വലിയ തെറ്റുകൾ ചെയ്താലും റബ്ബൊരുക്കി വെച്ചിരിക്കുന്ന മഗ്ഫിറത്തിലേക്ക്, പാപത്തിലേക്ക് നിങ്ങൾ ഓടി വരൂ, ദൃഢഗതിയിൽ വരൂ എന്നാണ് ആവശ്യപ്പെടുന്നത്. നമ്മൾ ഓർക്കണം സുഹൃത്തുക്കളെ, എത്ര വലിയ തെറ്റുകളായാലും പുറത്തു തരാൻ റഹ്മാനായ റഹീമായ ഗഫൂറായ ഗഫാറായ റബ്ബ് നമുക്കുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലാഹു വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ചു പറയുന്നുണ്ട്. രണ്ടാമത്തെ ബന്ധം സഹോദരങ്ങളെ, മനുഷ്യരും തമ്മിലുള്ള ബന്ധമാണ്. ഏറ്റവും കൂടുതൽ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബന്ധം അതാണ്. ഞാൻ സൂചിപ്പിച്ചുവല്ലോ, നെറ്റി ചൊളിയാതെ ഈ ഭൂലോകത്തിലുള്ള മനുഷ്യരെ കാണാൻ നമുക്ക് സാധിക്കുന്നു. അന്നാണ് നമ്മുടെ ഹൃദയത്തിന് ശുദ്ധിയില്ല. അന്നാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് തത്വ കടന്നു. അപ്പുറത്തുള്ളവൻ എന്ത് തിന്മ, എന്ത് തെറ്റ്, എന്ത് പാതകം എന്നോട് ചെയ്തിരുന്നാൽ പോലും അതിമനോഹരം. വിശുദ്ധ ഖുർആന്റെ മാസമാണ് റമദാൻ. ഖുർആനിലെ ചില അധ്യായങ്ങളൊക്കെ മനുഷ്യ സമൂഹത്തെ പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. ആ കൂട്ടത്തിൽ സൂറത്തുൻ നൂർ എന്ന് പറയുന്ന അധ്യായമുണ്ട്, പ്രകാശം എന്ന് പറയുന്ന അധ്യായം. അറിയാമോ നിങ്ങൾക്ക് ആ അധ്യായത്തിന്റെ തീം എന്താണെന്ന്? ആ അധ്യായത്തിലെ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് നമുക്കറിയാം. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട പത്നിയും നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഉമ്മയുമായ മഹദി ആയിഷ റളിയല്ലാഹു അൻഹയെ ഒരിക്കലും പ്രചരിപ്പിക്കാത്ത ഒരു വർത്തമാനം, ഒരു മോശമായ വർത്തമാനം മദീനയിലെ തെരുവുകളിൽ പ്രചരിപ്പിച്ചു ഒരു മനുഷ്യൻ. സഹിക്കാൻ കഴിയുമോ? എന്റെ ഭാര്യയെ കുറിച്ച് പറഞ്ഞാൽ സഹിക്കാൻ പറ്റുമോ? ഇത് എന്റെ ഭാര്യയെ കുറിച്ചല്ല പറഞ്ഞത്. നമ്മൾ ആലോചിക്കണം. 2000-ലധികം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സഹാബി വനിതകളിലെ പണ്ഡിതയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത സഖിയായ നമ്മുടെയൊക്കെ ഉമ്മയായ ആയിഷ ബീവിയെ കുറിച്ച് ഒരു തോന്നിയാസം പറഞ്ഞപ്പോ ആയിഷ ബീവിയുടെ ഉപ്പാക്ക് ഒരു വികാരം, ഒരു വല്ലാത്ത വികാരം. ആ വികാരത്തിന്റെ പ്രത്യേകം പറഞ്ഞു. ഇതിനെ നേതൃത്വം കൊടുത്ത മനുഷ്യരുണ്ടല്ലോ, മിസ്തർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. അവൻ എന്റെ ഔദാര്യത്തിന് ജീവിച്ചിരുന്നവനായിരുന്നു. അവൻ നൽകുന്ന ഔദാര്യം ഞാൻ ഇത് അവസാനിപ്പിക്കുകയാണ്. അറിയാമോ നിങ്ങൾക്ക് സൂറത്തുൻ നൂറിന്റെ വികാരം? ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ ഔദാര്യം പറ്റില്ലെന്ന് പഠിപ്പിക്കുകയും ഇത്ര കടുപ്പമുള്ള ഒരു തിന്മയാണ്, ഒരു ദോഷമാണ്, ഒരു അപവാദമാണ് നിങ്ങൾക്കെതിരെ പ്രചരിപ്പിച്ചതെങ്കിൽ പോലും അവിടേക്കാണ് നോബിൽ സാധാരണയായി നമ്മൾ കേൾക്കാറുള്ള ഏറ്റവും വലിയ
അല്ലാഹുവേ നീ അഫ്വാണ്. എന്താണ് ഒരടയാളമില്ലാതെ മായ്ച്ചു കളയുന്നവൻ എന്നാണ്. ഒരടയാളം പോലും ഇല്ലാതെ മായ്ച്ചു കളയുന്നവൻ. മരുഭൂമിയിലാണ് അഫാ ഉള്ളത്. മരുഭൂമിയിൽ കാറ്റടിച്ചാൽ നേരത്തെ ഒരു അടയാളം വെച്ചാൽ നാം വന്നിരുന്നെങ്കിൽ ആ വഴിയിലൂടെ കടന്നു പോകുമ്പോ ആ അടയാളം കാണുകയില്ല. അങ്ങനെ മാറണം. ഒരു ചെറിയ സ്വാധീനം പോലും അടയാളം പോലും ഇല്ലാതെ പുറത്തു കൊടുക്കാൻ, മാപ്പ് ചെയ്തു കൊടുക്കാൻ ഇത് കേട്ടിട്ടും കുടുങ്ങിയില്ല. അവസാനം അല്ലാഹു ഒരു ചോദ്യം ചോദിച്ചു. അതാണ് പ്രകാശം എന്ന് പറഞ്ഞത്. അല്ലാഹു ചോദിച്ചത് അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരണം എന്ന് നിങ്ങൾക്ക് ഇഷ്ടമില്ലേ, ആഗ്രഹമില്ലേ, കൊതിയില്ലേ? ഒരു ന്യായമാർഗവും പറയരുത്. അവനത് ചെയ്തു, ഇത് ചെയ്തു, ആ അപവാദം പ്രചരിപ്പിച്ചു. ഇതിനേക്കാൾ വലുത് എന്താണ്? അതാണ് സഹോദരങ്ങളെ ഹൃദയത്തിന്റെ ശുദ്ധിക്ക് ഏറ്റവും പ്രധാനമായി നാം ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മൾ ആലോചിക്കണം സഹോദരങ്ങളെ, റമദാൻ ആ രീതിയിൽ നമ്മളെ ശുദ്ധീകരിക്കാൻ വേണ്ടി അല്ലാഹു നമുക്ക് തന്ന വലിയ സമ്മാനമാണ്. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഈ റമദാൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും എന്നിട്ട് അല്ലാഹു എനിക്ക് എന്റെ പാപങ്ങൾ പൊറുക്കപ്പെടും മുമ്പ് ആ റമദാൻ തിരിച്ചു പോവുകയും ചെയ്താൽ ആ മനുഷ്യന് നാശം സംഭവിക്കട്ടെ എന്ന് തിരുമേനി ആലോചിക്കണം. ആ പ്രാർത്ഥനയുടെ കാര്യം റമദാനിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് ആ റമദാൻ തിരിച്ചു പോയപ്പോ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാത്ത ഒരവസ്ഥയിലാണ് ഞാനെങ്കിൽ എന്റെ പാപങ്ങൾ പൊറുക്കുന്നത് മാത്രമല്ല, മഹാനായ ലഭിതങ്ങളുടെ ഒരു ശാപപ്രാർത്ഥനയ്ക്ക് പോലും ഞാൻ വിധേയനായി എന്ന തോന്നൽ നമ്മളെ തൊഴിൽപ്പെടുത്തേണ്ടതല്ലേ, നമ്മളെ ഭയപ്പെടുത്തേണ്ടതല്ലേ? അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഈ സദസ്സിലിരിക്കുന്നവരും ഈ ശബ്ദം കേൾക്കുന്നവരും ഒക്കെ ഓർക്കണം, നമുക്ക് വളരെ കാത്തിരിക്കാൻ സമയമില്ല എന്നാണ്. ഇങ്ങനെ നാം ശുദ്ധിയായാൽ അൽഹംദുലില്ലാഹ് നമ്മൾ രക്ഷപ്പെടും. ഒരു സംശയവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. എനിക്ക് രണ്ടാമതായി പറയാനുള്ളത്, എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, റമദാൻ നമ്മുടെ മക്കളും തമ്മിൽ ഉണ്ടാകേണ്ട ഒരു വെള്ളാന്തരം. നമുക്കെല്ലാം ഇതുവരെയുള്ള ശീലങ്ങളിൽ നിന്ന് കൊടുങ്ങലുള്ള ഒരു മാസമാണല്ലോ റമദാൻ എന്ന് പറയുന്നത്. ആ സമയത്ത് എനിക്ക് എഴുന്നേൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിരുന്നവരാണ് നമ്മൾ. ആ സമയത്ത് ഞാൻ പറയുന്നത് നിങ്ങളുടെ ഓർമ്മയില്ല. എനിക്ക് ആ സമയത്ത് എഴുന്നേൽക്കാൻ പറ്റില്ല. ആ സമയത്ത് എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അപ്പൊ ഭക്ഷണം കഴിച്ചാൽ എനിക്ക് ശരിയാവില്ല. നമ്മുടെ ഭാഷയായിരുന്നു ഇതൊക്കെ, അല്ലെ? നമ്മുടെ മുതൽ ആ സമയത്ത് നമ്മുടെ അലാം പ്രവർത്തിച്ചു, നമ്മൾ എഴുന്നേറ്റ്, നമ്മൾ ഭക്ഷണം കഴിച്ചു. മാറി നമ്മൾ മാറും. എല്ലാറ്റിനും നമ്മൾ മാറും. മനുഷ്യൻ മനസ്സിലാക്കണം, അല്ലാഹു മനുഷ്യന് ജീവിതത്തിൽ നൽകുന്ന റമദാനിലൂടെ നൽകുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. ഫ്ലെക്സിബിലിറ്റി. എന്നെ മാറ്റാൻ കഴിയും എനിക്ക്. ആരെ പറഞ്ഞിട്ട് എന്നെ മാറ്റാൻ കഴിയില്ല? എന്നെ എനിക്ക് മാറ്റാൻ കഴിയും. റമദാനോളം മാറണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് മാറാൻ പറ്റിയ റമദാനോളം പറ്റിയ ഒരു സന്ദർഭം വേറെ. നിങ്ങൾ ആലോചിച്ചു,
ഒരു പലതരത്തിലുള്ള ചീത്ത ഹാബിറ്റ്സുകളുടെയും ഉടമയാണ് നാം. പുകവലി അടക്കമുള്ള മാരകമായ പല പ്രതിസന്ധികളും നമ്മുടെ മുമ്പിലുണ്ട്. അതൊക്കെ വലിയ വലിയ രോഗങ്ങളുടെ കാരണമാണ് എന്ന് എല്ലാവർക്കും അറിയാം. സഹോദരങ്ങളെ, അല്ലാഹു നൽകിയ അവസരമാണ്. എനിക്ക് പുകവലി നിർത്താൻ കഴിയും. എനിക്ക് എന്റെ ചീത്തയായ ഒരുപാട് പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ കഴിയും. അനാവശ്യമായി സമയം കൊല്ലുന്നവരാണ് ഞാൻ. ഇനി എനിക്ക് സമയം കൊല്ലാനില്ല. എന്റെ ഓരോ സെക്കൻഡുകളും എന്റെ തുലാസിൽ കനം കൂട്ടുന്ന കർമ്മങ്ങൾ ചെയ്യാനുള്ളതാണെന്ന ഒരു പുനർചിന്ത. അതാണ് ഞാൻ ഉദ്ദേശിച്ച ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, കുട്ടികളെ കുറിച്ച് നിങ്ങളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ട്? ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് നഷ്ടപ്പെട്ട ഏറ്റവും വലിയ പ്രശ്നം ഈ ഫ്ലെക്സിബിലിറ്റിയാണ്. മാറാൻ തയ്യാറല്ല. നമ്മളതുണ്ടാക്കണം. വിശേഷിച്ചും ഇന്നത്തെ കാലം നമുക്കറിയാം. ഇന്ന് നമ്മുടെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ല അവര് ജോലി അന്വേഷിക്കുന്നുള്ളത്. വളരെ വേഗത്തിൽ കോഴ്സുകൾ വാങ്ങുന്നു, ജോലി സാധ്യതകൾ വാങ്ങുന്നു. അല്ലെ, ഞാൻ പഠിച്ച ജോലി ഞാൻ ചെയ്യൂ എന്ന് വാശി പിടിക്കുന്ന ഒരു കുഞ്ഞിനെ കുറിച്ച്, ഒരു കുട്ടിയെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇനി അവൻ ലോകത്ത് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. ഈ ഒരു ഫ്ലെക്സിബിലിറ്റി നമുക്ക് റമദാനിലൂടെ കുട്ടികളെ പഠിപ്പിക്കാൻ സാധിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരെന്താണോ, ഈ മക്കൾ എന്താണോ റമദാനിൽ നമ്മിൽ നിന്ന് കാണുന്നത്, അതാണ് അവരെ കുറിച്ച്, അവർ റമദാനെ കുറിച്ച് മനസ്സിലാക്കില്ല. നമ്മൾ ഇരുന്ന് കേൾക്കുന്നത് പോലെ പ്രസംഗം കേൾക്കാൻ അവർക്ക് സമയമില്ല, ക്ലാസുകൾ കേൾക്കാൻ അവർക്ക് സമയമില്ല. 1-2 മിനിറ്റുകളുള്ള വല്ല റീലുകൾ ഉണ്ടെങ്കിലും ഓടിച്ചു പോകാൻ അവർ തയ്യാറായിരിക്കും. അതിനപ്പുറം ഒരു നീണ്ട പ്രസംഗത്തിന് അവർക്ക് സമയമില്ല. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ചെയ്യേണ്ടത്, നമ്മൾ എവിടെയാണോ റമദാനിൽ, അതാണ് കുട്ടികൾ മനസ്സിലാക്കുക. നമ്മുടെ ഉമ്മമാർ റമദാനിൽ ഏറ്റവും കൂടുതൽ അടുക്കളയിലാണെങ്കിൽ റമദാനിനെ കുറിച്ച് എന്റെ മക്കൾ മനസ്സിലാക്കുക. റമദാൻ എന്ന് പറഞ്ഞാൽ അടുക്കളയിൽ നിന്ന് തിരിയേണ്ട എന്തോ ഒരു പ്രക്രിയയാണ്. ഒരുപാട് സമയം ഉറങ്ങിത്തീർക്കുകയാണ് നമ്മുടെ മക്കൾ മനസ്സിലാക്കുക. റമദാൻ എന്ന് പറഞ്ഞാൽ കൂടുതൽ ഉറങ്ങാനുള്ള സന്ദർഭം എന്നാണ്. അവിടെ നിന്ന് നമുക്ക് മാറേണ്ടതുണ്ട്. എന്തൊരു മെമ്മറിയാണ് റമദാനിനെ കുറിച്ച് രക്ഷിതാക്കളെ കുട്ടികൾക്ക് നമുക്ക് നൽകാനുള്ളത്. അതെന്താണെന്നോ, ചെയ്യാൻ കഴിയില്ല എന്ന ധാരണയെ മറികടന്ന് എനിക്ക് എന്തും ചെയ്യാൻ കഴിയുമെന്ന ധാരണയിലേക്ക് മക്കളെ എത്തിക്കാവുന്ന ഏറ്റവും നല്ല അവസരമാണ് റമദാൻ എന്ന് പറയുന്നത്. ആവശ്യം പോലും എനിക്ക് സാധിക്കും, അവിടേക്ക് എത്തിക്കണം. പലസ്തീനിലെ മക്കളെ നമ്മൾ കാണുന്നുണ്ട്. ഒരു ദിവസം ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാനില്ലാത്ത മക്കളാണ് അവർ. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആ മക്കളെ അപ്രകാരം മോട്ടിവേറ്റ് ചെയ്തത് ഏത് യൂണിവേഴ്സിറ്റിയാണ്? ഏത് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ടാണ് അങ്ങനെ അവർ? യൂണിവേഴ്സിറ്റിയുടെ പേരാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഇസ്ലാം ആ രീതിയിലുള്ള ഒരു മാറ്റമാണ്. നിശ്ചയദാർഢ്യമായിരിക്കണം. നിശ്ചയദാർഢ്യം എന്നൊരു വാക്കിന് വേണ്ടി പഠിപ്പിക്കുന്നു. നിശ്ചയദാർഢ്യം. ആ നിശ്ചയദാർഢ്യത്തെ കുറിച്ചുള്ള ചിത്രം മക്കളിൽ ഉണ്ടാക്കാൻ ഏറ്റവും നല്ല അവസരമാണ്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നിങ്ങൾക്കറിയാം, നമ്മളൊക്കെ ചെറിയ കുട്ടികളാണ്. നമ്മൾക്കുമാരോടും ഉമ്മമാരോടും നോമ്പ് നോക്കണമെന്ന് ആശിപ്പിച്ച് നമ്മുടെ മക്കൾ അവിടേക്ക് എത്തുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കാം. എനിക്ക് നോമ്പ് നൽകണമെന്ന് വാശി പിടിക്കുന്ന
എനിക്ക് പള്ളിയിൽ പോകണമെന്ന് വാശി പിടിക്കുന്ന, എനിക്ക് തറാവീഹ് നിസ്കരിക്കണമെന്ന് നിർബന്ധം പിടിക്കുന്ന ഒരു മകനോ മകളോ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളാണ് വിജയിയായ രക്ഷിതാവ്. അതിലേക്കാണ് നമ്മളൊക്കെ കുട്ടികൾക്ക് മധുരം ചെയ്ത് അവരിലെത്തിക്കേണ്ട ഒന്നല്ല, അനുഭവമായി മാറുന്ന ഒരവസ്ഥ. സഹോദരികളെ, നിരാഹാരമുണ്ട് എന്ന് നമുക്കറിയാം. അത് നമ്മളൊക്കെ കാര്യമാണ്. റമദാനിൽ നിരാശമുണ്ട് എന്ന് നമുക്കറിയാം. ആവശ്യമുണ്ട്. നിശബ്ദത. ഇല്ല, എന്ന് പറയാൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു സംസ്കാരം, അതൊരു സംസ്കാരമല്ല, ഒരു സംസ്കാരം. നിശബ്ദതയുടെ സംസ്കാരം, അതൊരു വലിയ സംസ്കാരമാണ്. റമദാനിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം സഹോദരങ്ങളെ. അവിടെയൊക്കെയാണ് നാം വിജയിക്കുക. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനാണല്ലോ റമദാൻ ഉണ്ടാകാൻ കാരണമായി. ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട റമദാൻ എന്നാണ് പറഞ്ഞത്. റമദാൻ എന്നത് അറബി മാസം എണ്ണുമ്പോൾ 9ാമത്തെ മാസമാണ്. 9ാമത്തെ മാസത്തിന് 8ാമത്തെ മാസവും 10ാമത്തെ മാസവും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് മാത്രമാണ്. ഖുർആൻ അവതരിച്ചു എന്നത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ റമദാൻ എന്ന് പറയുന്നത് ഖുർആനിന്റെ ആഘോഷമാണ്. ഖുർആൻ എന്ന് പറയുന്നത് അല്ലാഹു മനുഷ്യ സമൂഹത്തിന് അയക്കുന്ന മെസ്സേജുകളാണ്. കാരുണ്യവാനായ റബ്ബ്, സ്നേഹനിധിയായ റബ്ബ്, അവന്റെ സ്നേഹത്തിന്റെ ആധിക്യം കൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് അയച്ച സന്ദേശങ്ങളാണ് ഖുർആൻ എന്ന് പറയുന്നത്. ആ മെസ്സേജുകൾ വായിക്കുവാനും കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഏറ്റവും നല്ല അവസരമായി നമുക്ക് റമദാനിനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, സത്യത്തിൽ നമ്മൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ എന്താണ് ഈ ഖുർആൻ എന്ന്? നമ്മളെപ്പോഴും ആലോചിച്ചു നോക്കണം സഹോദരന്മാരെ, എന്താണ് ഖുർആൻ? വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് അത് ശിഫയാണ്. പ്രയാസം അനുഭവിക്കുന്ന മനസ്സുകൾക്ക് സമാധാനം നൽകുന്ന, ദുഃഖം അനുഭവിക്കുന്നവരുടെ ദുഃഖങ്ങൾ നീക്കുന്ന, മനഃശാന്തി പ്രദാനം ചെയ്യുന്ന, എത്ര വലിയ പ്രതിസന്ധികളിലൂടെ നടന്നു പോകുന്നവനാണെങ്കിൽ പോലും പയ്യെ പയ്യെ പതിയെ പതിയെ അവനെ സമാധാനത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അസാധാരണ സ്വാധീന ശക്തിയാണ് റബ്ബിന്റെ സംസാരിക്കുന്നത്. അതിന് വല്ലാത്ത ശക്തിയാണ്. ശുദ്ധ ഹൃദയനാണ് നാമെങ്കിൽ നമുക്ക് അതിന്റെ അസാധാരണത്വം നമുക്ക് ബോധ്യമാകും. നമ്മുടെ ഉള്ളിലേക്ക് കടന്നു. ശുദ്ധ ഹൃദയയാണ് ഈ ഖുർആനിനെ സമീപിച്ചവർക്കൊക്കെ സത്യത്തിൽ അത് സംഭവിച്ചിട്ടുണ്ട്. നിങ്ങളോടുകൂടിലെ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് മക്കയിലെ മലമടക്കുകളിൽ വീരപുരുഷനായി എവരെയും ഭയപ്പെടുത്തി മക്കയിൽ ജീവിച്ചു കൊണ്ടിരുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കട്ടിയുള്ള ഹൃദയത്തെ ലോലമാക്കി മാറ്റിയത് എന്താ? എന്ന് പറയുന്ന അധ്യായത്തിലെ നമ്മൾ ചിന്തിക്കണം, എത്ര കടുപ്പമുള്ളവരായിരുന്നു ഉമർ. സൂറ ഹദീദ് എന്ന് പറഞ്ഞ അതിൽ അതിമനോഹരമായ ഒരു വചനമുണ്ട്. ആ വചനം ഫുദൈൽ ഇബ്നു ഇയാദ് എന്ന വ്യക്തി കേൾക്കുന്നത് തന്റെ അയൽവാസിയുമായി വ്യഭിചരിക്കാൻ വേണ്ടി മദീന കയറുന്ന സമയത്താണ്. അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബഹും ലിദിക്രില്ലാഹ്. അലം യഅനി ലില്ലദീന ആമനൂ,
വിശ്വാസികളാണെന്ന് പറയുന്നവർക്ക് സമയമായില്ലേ എന്ന് ചോദിച്ചുകൊണ്ടുള്ള ഒരു വാചകം. ആ വാചകമായിരുന്നു ആ അവിഹിത ബന്ധത്തിൽ നിന്ന് കടഞ്ഞത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, പാരായണം നടത്തുകയോ കേൾക്കുകയോ ചെയ്യുമ്പോഴേക്ക് നമ്മുടെ ഹൃദയം ശുദ്ധമാണെങ്കിൽ അത് സ്വാധീനിച്ച് നമ്മളറിയാതെ നമ്മുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർധാരയെ ഒഴുക്കാൻ കഴിവുള്ള ഒരസാമാന്യ ശക്തിയാണ് ഖുർആൻ എന്ന് പറയുന്നത്. നമുക്കിത് ഒട്ടും ബോധ്യമായിട്ടില്ല എന്നതാണ് വസ്തുത. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ശക്തി ബോധ്യപ്പെടുത്താൻ നമ്മളോട് ഒരു പർവ്വതത്തെയാണ് ഉദാഹരണം പറഞ്ഞത്. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശ്യത്തില്ലാഹ്. ഒരു വല്ലാത്ത ഉദാഹരണമാണ്. ഈ ഖുർആനിനെ ഒരു പർവ്വതത്തിന്റെ മുകളിലാണ് അവതരിപ്പിക്കുന്നതെങ്കിൽ ആ പർവ്വതം വിനീതമാകുമെങ്കിൽ അല്ലാഹുവിനെ പറ്റിയുള്ള ഖുശൂഇനാൽ ഭയത്താൽ അത് പൊട്ടിപ്പൊളിക്കുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ആരാ പൊട്ടിപ്പൊളിക്കുന്നത്? ഏതെങ്കിലും മനുഷ്യരല്ല, ഏതെങ്കിലും നിർജീവമായ വസ്തുവല്ല, മറിച്ച് കൊടുങ്കാറ്റിൽ പോലും നിളകാത്ത പർവ്വതങ്ങളാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത്. ആ പർവ്വതങ്ങളുടെ മുകളിലായിരുന്നുവെങ്കിൽ അത് പൊട്ടിപ്പൊഴണം എന്ന് പറയുന്നു. ഇതൊരു ആശ്ചര്യത്തിന്റെ വാചകമാണ്. ഈ ഒരു പ്രതിഭാസം അത്ഭുതകരമായ പ്രതിഭാസമാണ്. മനുഷ്യന്റെ മനസ്സുകൾ മാത്രമല്ല വിറകൊള്ളിക്കുക. നമ്മുടെ അസ്ഥികളിലൂടെ, നമ്മുടെ സ്ഥിരകളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും അവയവങ്ങളെ മാത്രമല്ല സ്വാധീനിക്കുക, മറിച്ച് അതിനെല്ലാം അപ്പുറം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഒരു മനുഷ്യൻ വിശുദ്ധ ഖുർആൻ കേൾക്കുമ്പോഴുള്ള അനുഭവം അല്ലാഹു പറഞ്ഞു കൊടുക്കുന്നത് പോലും നിങ്ങൾ വിശ്വസിച്ചറിയില്ലെങ്കിലും നിങ്ങൾ കേൾക്കേണ്ട ഒരു സത്യമുണ്ട്. ഇന്നല്ലദീന ഊതുൽ ഇൽമ മിൻ ഖബ്ലിഹി ഇദാ യുത്ലാ അലൈഹിം യഖിറൂന ലിൽഅദ്ഖാനി സുജ്ജദ. ഒരു വല്ലാത്ത വാക്കാണ്. നിങ്ങൾക്ക് വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാം. നിങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിലുള്ള വേദവിജ്ഞാനം നൽകപ്പെട്ടവർ അവർക്കത് വായിച്ചു കേൾപ്പിക്കപ്പെടുമ്പോൾ അവർ പ്രണമിച്ചുകൊണ്ട് മുഖം കുത്തി വീഴുമായിരുന്നു. വ്യക്തമായി പറയുന്നു, നമുക്ക് മനസ്സിലാക്കുന്നത് മുഖം കുത്തി വീഴാൻ ചിലരൊക്കെ ബ്ലഡ് കണ്ടാൽ ബോധങ്ങൾക്ക് കൊണ്ടുപോകാറുണ്ടല്ലേ, ചില സർജറി കണ്ടാൽ ബോധങ്ങൾക്ക് കൊണ്ടാകും, ചില ആക്സിഡന്റ് കണ്ടാൽ. പക്ഷെ വിശുദ്ധ ഖുർആൻ നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചാൽ സംഭവിക്കുമെന്ന് ഞാൻ കാണുന്നു. നിങ്ങൾക്ക് ഓർമ്മയില്ലേ രാജാവിനെ മക്കയിലെ മുസ്ലിംകളുടെ മന്ദിരം സഹിക്കപ്പെടാതായപ്പോൾ മുസ്ലിംകളിൽപ്പെട്ട ഒരു വിഭാഗത്തോട് അബ്സീനിയയിലേക്ക് ഹിജ്റ പോകാൻ തുടങ്ങി. അബ്സീനിയയിലേക്ക് ഹിജ്റ പോയ രണ്ടാമത്തെ സംഘം അവിടെ എത്തി. അവിടെ സ്വസ്ഥത കൈക്കൊണ്ടു എന്ന് കണ്ടപ്പോ മക്കയിലെ മുസ്ലിംകൾ ഒരുപാട് സമ്മാനങ്ങളുമായി അബ്സീനിയ രാജാവിന്റെ അടുത്തേക്ക് രണ്ട് ദൂതന്മാരെ പറഞ്ഞു. ഇക്കാര്യത്തിൽ സഹായികളാണ്. ആ ദൂതന്മാർ കൈ നിറയെ സമ്മാനങ്ങളുമായി നജാഷി രാജാവിന്റെ അടുത്ത് അദ്ദേഹത്തിന്റെ മന്ത്രിമാരുടെ ഒത്താശയോടുകൂടി സന്നിധിയിൽ നിന്ന് പറഞ്ഞത്, ഈ മനുഷ്യരെ ഞങ്ങളുടെ ദീനിനെ പശ്ചാത്തലവരാണ്, ഞങ്ങളുടെ ഐക്യത്തെ തകർത്തവരാണ്, ഇവരെ തിരിച്ചയക്കണം. ഇവിടെ അവർക്ക് നിങ്ങൾ അഭയം നൽകരുത്. നജാഷി രാജാവ് പറഞ്ഞു, ശരി, ഞാൻ അവരെ കേൾക്കട്ടെ. നജാഷി രാജാവ് മുസ്ലിങ്ങളെ വിളിച്ചു. മുസ്ലിങ്ങളുടെ സ്പോക്സ്മാൻ അദ്ദേഹം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം ഖുർആനിനെ കുറിച്ച് പറഞ്ഞു. ഞങ്ങൾക്ക് ജീവിതത്തിൽ വഴികാട്ടിയായ ഒരു വലിയ സന്ദേശം ഞങ്ങളുടെ ദൂതൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. ഇത് കേട്ടപ്പോ നജാഷി ചോദിച്ചു, അതിൽ നിന്ന് വല്ല ഭാഗവും നിങ്ങൾക്ക് അറിയുമോ? വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടുകയാണ്.
തങ്ങളുടെ അസ്തിത്വം ചോദ്യം ചെയ്യപ്പെടുന്ന രംഗമാണ്. സൂറ മറിയമിലെ ആദ്യത്തെ 40 വചനങ്ങൾ പാരായണം ചെയ്തു. സൂറ മറിയം നിങ്ങൾക്കറിയാം, വല്ലാത്ത പുതുമയുള്ള അധ്യായമാണ്. ഞാൻ നേരത്തെ പറഞ്ഞുള്ളൂ, ഖുർആന്റെ ഓരോ അധ്യായങ്ങൾക്കും ഒരു തീമുണ്ട്. സൂറ മറിയം നമ്മളെ പഠിപ്പിക്കുന്ന കടുപ്പമുള്ള തീം കാരുണ്യത്തിന്റേതാണ്, പ്രഭുദീയത്തിന്റേതാണ്. എന്തുമാത്രം വലിയ കാരുണ്യമാണ് റഹ്മാനായ റബ്ബ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് 4 കഥകളിലൂടെ 4 സംഭവങ്ങളിലൂടെ അല്ലാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. അത് പാരായണം ചെയ്തപ്പോൾ എല്ലാം സംഭവിച്ചിരുന്നത് ക്ലാസ്സിൽ പോയിട്ടില്ലാത്ത, ഖുർആൻ കേട്ടിട്ടില്ലാത്ത, ഖുർആൻ ആശയങ്ങളെ കുറിച്ചോ തഫ്സീറുകളെ കുറിച്ചോ പഠിച്ചിട്ടില്ലാത്ത അദ്ദേഹത്തിന്റെ ഒരു പണ്ഡിത സഭയുണ്ട്, അദ്ദേഹത്തിന്റെ ചുറ്റുഭാഗത്തും അവർ കരയാൻ തുടങ്ങി. അവരുടെ താടികളിലൂടെ കണ്ണുനീർ ചാരിട്ടൊഴുകി. വിശുദ്ധ ഖുർആനിലെ രംഗം വിവരിക്കുന്നുണ്ട്. وَإِذَا سَمِعُوا مَا أُنزِلَ إِلَى الرَّسُولِ تَرَى أَعْيُنَهُمْ تَفِيضُ مِنَ الدَّمْعِ مِمَّا عَرَفُوا مِنَ الْحَقِّ. ഖുർആൻ വായിക്കുമ്പോൾ നിങ്ങൾ ആ വചനത്തിലൂടെ കടന്നുപോയിട്ടുണ്ടാവും. പക്ഷേ നമ്മുടെ ഞാനും ആ വചനത്തിന്റെ അടുത്ത് ഒരു സെക്കൻഡ് നിന്നിട്ടുണ്ടോ? അത് ഓടിപ്പോവുകയാണോ ചെയ്യുന്നത്? وَإِذَا سَمِعُوا مَا أُنزِلَ إِلَى الرَّسُولِ, പ്രവാചകന് അവതരിപ്പിക്കപ്പെട്ടത് അവർ കേട്ടാൽ നിനക്ക് കാണാം അവരുടെ കണ്ണുകൾ ആരധാരയായി നിറഞ്ഞൊഴുകുന്നത്. സത്യമാണെന്ന ബോധ്യം അവരുടെ ഹൃദയത്തിലേക്ക് എത്തിയപ്പോൾ പറഞ്ഞാൽ ചില അനുഭവങ്ങളാണ് ഖുർആനെ കുറിച്ചുള്ളത്. രാജാവ് മന്ത്രിമാരോട് പറഞ്ഞു, ഖുറൈശി പ്രമുഖർ കൊടുത്തയച്ച മുഴുവൻ സമ്മാനങ്ങളും തിരിച്ചു കൊടുക്കുക, അവരെ പറഞ്ഞയക്കുക. വിശുദ്ധ ഖുർആനിൽ നിന്ന് ആ പ്രതിനിധികൾ അവിടെ നിന്ന് വീണ്ടും ശ്രമം നടത്തി. പിറ്റേ ദിവസം വന്നു. എന്നിട്ട് രാജാവിനോട് രാജാവിനെ ജീവിതത്താണ് പറയുന്നത്. ഐസ അള്ളാഹുവിന്റെ അടിമയാണെന്ന് പറഞ്ഞാൽ സഹിക്കൂടല്ലോ. അങ്ങനെയല്ലേ നമ്മൾ മനസ്സിലാക്കിയത്? വിളിച്ചുകൊണ്ടു ചോദിച്ചു, ഐസയെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഐസ ഇസ്ലാമിനെ കുറിച്ച് വിശുദ്ധ മനോഹരമായി കേൾപ്പിച്ചു. ഈസ അല്ലാഹുവിന്റെ അടിമയാണ്, റസൂലാണ്, റൂഹാണ്, കലിമത്താണ്. അറിയോ സംഭവിച്ചത്? നജാഷിയുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ഇസ്ലാമിന്റെ പ്രകാശനത്തിലായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഈ പറഞ്ഞത് സത്യമാണ്, സത്യം. അത് ക്രിസ്ത്യാനിയായ നജാഷിയുടെ പ്രതികരണമാണ്. അതാണ് സഹോദരങ്ങളെ ഖുർആൻ എന്ന് പറയുന്നത്. ഖുർആൻ അത്ഭുതമാണ് സഹോദരങ്ങളെ. അത്ഭുതമാണെന്നത് പ്രസംഗിക്കാനുള്ളതല്ല. അത്ഭുതമാണെന്നത് എനിക്കും നിങ്ങൾക്കും അനുഭവപ്പെടണം. അനുഭവപ്പെടേണ്ട വിശുദ്ധ സന്ദർഭമാണ് ഈ മാസം നാം ഓർക്കണം. ഒരുപാട് കട്ടിയുള്ള പുസ്തകങ്ങൾ വായിച്ചു കൊടുത്തവരാണ് നാം, അല്ലെ? ഉറക്കമൊഴിച്ച് നോവലുകൾ വായിച്ചു തീർക്കുന്നവരാണ് നാം, അല്ലെ? നോവലുകൾ മാത്രമല്ല, പഠിക്കാൻ പരീക്ഷയ്ക്ക് ഒരുപാട് പുസ്തകങ്ങൾ വളരെ കോൺസെൻട്രേഷൻ വായിച്ചതാണ്. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ആഗ്രഹമില്ലേ നമ്മുടെ ആയുസ് അവസാനിക്കുന്നതിന് മുമ്പ്, അവസാനിക്കുന്നതിന് മുമ്പ് ഈ വിശുദ്ധ ഖുർആനിന്റെ ആവർത്തിയെങ്കിലും പഠിക്കണമെന്ന്, ഒരാവർത്തിയെങ്കിലും കേൾക്കണമെന്ന്, ഒരാവർത്തിയെങ്കിലും അതിന്റെ സന്ദേശം എന്താണെന്ന് അറിയണമെന്ന് ഉപയോഗപ്പെടുത്തുക. നമ്മൾ പ്രത്യേകമായി ഒരു കമ്മിറ്റി ആരംഭിച്ചിട്ടുണ്ട്. വിശുദ്ധ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ സമ്മറി എന്താണെന്ന്
പഠിപ്പിക്കുക എന്നതാണ്. ചെറിയ സമയം, ഒരു 10-20 മിനിറ്റ് സമയം എല്ലാ ദിവസവും അസ്ർ നമസ്കാരത്തിന് ശേഷം നൽകാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ വിശുദ്ധ ഖുർആനിലെ ഓരോ അധ്യായങ്ങളുടെയും സമ്മറി, അതിന്റെ രത്നച്ചുരുക്കം അതെങ്കിലും നമ്മൾ കേൾക്കണം. നമ്മൾ അറിയില്ലേ സഹോദരൻ, ഈ ഖുർആനായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷം. നിങ്ങൾക്കറിയില്ലേ ചരിത്രം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് റമദാനിലെ എല്ലാ രാത്രിയിലും ജിബ്രീൽ ഒരു രാത്രിയാണ് ഖുർആൻ പഠിപ്പിക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതിക്കൊടുക്കും, ജിബ്രീൽ അത് കേൾക്കും, തെറ്റുണ്ടെങ്കിൽ തിരുത്തി. ഇതാണ് ഈ ഹിദായത്ത് എന്ന് പറഞ്ഞത്. എന്ത് മനോഹരമായ അനുഭവമാണ് നിങ്ങൾ ആലോചിച്ചു. ആരാണ് ഇത് ചെയ്യുന്നത്? മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ വീട്ടിലെ മദ്രസയിൽ പോകുന്ന ഖുർആൻ പഠിക്കുന്ന കൊച്ചു കുട്ടികളെ ഖുർആൻ പാരായണം ചെയ്യുന്നത് അതിൽ തെറ്റുണ്ടോ എന്ന് നോക്കാനെങ്കിലും രക്ഷിതാക്കളായ ഏതാണ് ഖുർആൻ? فإذا قرئ القرآن فاستمعوا له وأنصتوا لعلكم ترحمون. ഈ ഖുർആൻ എവിടെയെങ്കിലും വായിക്കുന്നത് കേട്ടാൽ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങൾ ഫുള്ളി കോൺസെൻട്രേറ്റഡ് ആയി അതിലേക്ക് തിരിയണം. ലഅല്ലക്കും തുർഹമൂൻ, എങ്കിൽ നിങ്ങൾക്ക് കരുണ വരാനുണ്ട് എന്ന് പറഞ്ഞ വിശുദ്ധ ഖുർആൻ. സഹോദരങ്ങളെ, റമദാനിൽ സന്മാർഗം കിട്ടണം, തഖ്വ കിട്ടണം ആഗ്രഹിക്കുന്നവർക്ക് വലിയ കഴിവുണ്ട്. അതെല്ലാം ചോദിച്ചാൽ ഈ ഖുർആനിനെ മാറോട് ചേർത്ത് പിടിക്കുക. വല്ലദീന ഇഹ്തദൗ സാദഹും ഹുദൻ വആതാഹും തഖ്വ. ഈ ഖുർആനിലൂടെ സന്മാർഗം സ്വീകരിച്ചാൽ, സന്മാർഗത്തിലെത്തിയാൽ അല്ലാഹു അവർക്ക് കൂടുതൽ മാർഗദർശനം നൽകും, കൂടുതൽ വെളിച്ചം നൽകും. എന്ന് മാത്രമല്ല, അവർക്ക് വേണ്ടതായ തഖ്വ അള്ളാഹുവിന്റെ വളരെ കൃത്യമായ ഒരു പ്രവചനമാണ് എന്ന് ഞാൻ അവസാനിപ്പിക്കുന്നത്. ഈ രീതിയിൽ വിശുദ്ധ നമ്മെ സംസ്കരിക്കുന്നത് പാരായണത്തിന്റെ പ്രതിഫലമില്ലെന്നല്ല ഞാൻ സൂചിപ്പിച്ചത്. അതൊരിക്കലും നിങ്ങളങ്ങനെ വിചാരിക്കരുത്. മുൻകഴിഞ്ഞു പോയ മുഴുവൻ പണ്ഡിതന്മാരും അവരുടെ എല്ലാ പ്രക്രിയകളും നിർത്തിവെച്ച് ഖുർആനിലേക്ക് തിരിഞ്ഞ മാസമായിരുന്നു റമദാൻ. ഇമാം മാലിക്കിനെ കുറിച്ച് പറയുന്നുണ്ട്, ഇമാം ഷാഫിയെ കുറിച്ച് പറയുന്നുണ്ട്, ഇമാം സുഹരിയെ കുറിച്ച് പറയുന്നുണ്ട്, ഇമാം സുഫിയാൻ സൗരിയെ കുറിച്ച് പറയുന്നുണ്ട്. ഇതൊക്കെ മഹാന്മാരായ പണ്ഡിതന്മാരാണ്. ഈ മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ റമദാനിലേക്ക് പ്രവേശിച്ചാൽ അവരുടെ മറ്റു പ്രവർത്തനങ്ങളൊക്കെ നിർത്തിവെച്ച് അവർ ഖുർആനിലേക്ക്. എന്തുകൊണ്ടെന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്രകാരമായിരുന്നു എന്നതാണ് അതിന്റെ കാരണം. ഇപ്രകാരമുള്ള ഒരു മാറ്റമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ടത്. നമ്മളെല്ലാവരും ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഒരു അതിഥിയെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. നമുക്കറിയാം, പല അതിഥികളും വരുമ്പോൾ നമ്മൾ സന്തോഷത്തോടു കൂടി അവരെ സ്വീകരിക്കണം. എന്നാൽ ഈ റമദാൻ എന്ന അതിഥിയെ സ്വീകരിക്കാൻ നമ്മളെ എപ്രകാരമാണ് ഒരുക്കിയിട്ടുള്ളത് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. സഹോദരന്മാരെ, 5 ഒഴുക്കങ്ങൾ ഞാൻ വളരെ ചുരുക്കി പറയട്ടെ. 5 ഒഴുക്കങ്ങൾ എല്ലാവരും നടക്കണം. 5 ഒഴുക്കങ്ങൾ. ഈ 5 ഒഴുക്കങ്ങളിലൂടെയാണ് ഈ റമദാനെ നമുക്ക് സ്വീകരിക്കാൻ ശ്രമിക്കുക. അതിലൊന്നാമത്തേത് ഞാൻ ആമുഖമായി പറഞ്ഞ ഹൃദയത്തെ ശുദ്ധമാക്കി തൗബ ചെയ്ത് ഇനി ഒരിക്കലും തിന്മകളിലേക്ക്, തെറ്റുകളിലേക്ക് ഞാൻ തിരിച്ചു പോവുകയില്ല എന്ന മനോദാർഢ്യമാണ്. എന്തുകൊണ്ടെന്നാൽ റമദാൻ അല്ലാഹു നമുക്ക് അതിന് നൽകിയിട്ടുള്ള അവസരം മഗ്ഫിറത്തിന്റെ, റഹ്മത്തിന്റെ, കാരുണ്യത്തിന്റെ, പാപം പൊറുക്കലിന്റെ മാസമാണ്. എന്ന് മാത്രമല്ല, ഈ റമദാൻ കഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ കേട്ടല്ലോ ഹദീസ്, ഈ റമദാൻ കഴിഞ്ഞു പോകുമ്പോൾ പാപങ്ങൾ പൊറുക്കപ്പെടാത്തവരായി പോയാൽ നാം വലിയ നഷ്ടക്കാരെ വിട്ടുപോകും. അല്ലാഹുവിന്റെ റസൂലിന്റെ ശാപ പ്രാർത്ഥനയിൽ നാം വിട്ടുപോകും. അല്ലാഹു
ആമീൻ. രണ്ടാമത്തെ കാര്യം സഹോദരന്മാരെ, നാം നോമ്പനുഷ്ഠിക്കേണ്ടത് അല്ലാഹു തൃപ്തിപ്പെടുന്ന രൂപത്തിലായിരിക്കണം. നോമ്പനുഷ്ഠിച്ചാൽ പോരാ, അത് അല്ലാഹു തൃപ്തിപ്പെടുന്ന രൂപത്തിലായിരിക്കണം. നോമ്പിനും നോമ്പ് സമയത്തുള്ള രാത്രിയിലെ നമസ്കാരത്തിൽ മാത്രം പറഞ്ഞ രണ്ട് സവിശേഷതകൾ സഹോദരങ്ങളെ, ഈമാൻ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കി പോകും. നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടാകുന്ന ഒരു പ്രകാശമാണ് ഈമാനെങ്കിൽ ആ പ്രകാശത്തിന്റെ വെളിച്ചത്തിലായി എന്താണ് ഇഹ്തിസാബ് എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, കേവലം പ്രതിഫലം പ്രതീക്ഷിക്കലല്ല, മറിച്ച് ഇഷ്ടത്തോടു കൂടി ചെയ്തുകൊണ്ടുണ്ടാകും പ്രതിഫലം. രണ്ട് തരത്തിൽ നമ്മൾ ജോലി ചെയ്യുന്നു, അല്ലെ? രണ്ട് തരത്തിൽ ജോലി ചെയ്യുന്നു. ജോലി നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ചില ജോലികൾ, ഇഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ശമ്പളം വാങ്ങുമ്പോൾ നിങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും. ഞാൻ അതുകൊണ്ടാണ് അത് വിശദീകരിക്കുന്നത്. പ്രത്യേകിച്ച് പ്രവാസികൾ ഇഷ്ടപ്പെടാതെ ചെയ്ത ജോലിക്ക് കിട്ടിയ ശമ്പളോ കോട്ടുണ്ടാവും. ഓരോ ഇബാദത്ത് എന്ന പദത്തിന്റെ തന്നെ അർത്ഥം ഇഷ്ടമെന്നാണ് നമ്മൾ മനസ്സിലാക്കുക. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പരിഭാഷപ്പെടുത്തി തെറ്റിപ്പോയതാണ്. ഇബാദത്ത് എന്നതിന് ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്ന നിർവചനമുണ്ട്, ശിദ്ദത്തുൽ മഹബ്ബത്തി ലില്ലാഹ്. അല്ലാഹുവിനോട് തോന്നുന്ന കടുപ്പമുള്ള സ്നേഹത്തിന്റെ പേരാണ് അപ്പോഴാണ് സ്നേഹം ശക്തമാകുമ്പോൾ അപ്പോഴാണ് സലാത്ത്. സലാത്ത് എന്ന് പറഞ്ഞത് ഇബാദത്തുകൾ നമ്മൾ കേടുവരുത്തിയ പദം. സലാത്ത് എന്ന് പറഞ്ഞാൽ പരിഭാഷപ്പെടുത്തിയത് നമസ്കാരം എന്നാണ്. നിങ്ങൾ ആലോചിച്ചു, മലയാളത്തിൽ നമസ്കാരം എന്ന് പറഞ്ഞ സ്വലാത്താണോ നമ്മൾ പ്രയോഗിക്കുന്നത്? അല്ലല്ലോ. സ്വലാത്തിന് പ്രത്യേക സംവിധാനമാണ്. സ്വലാത്ത് എന്ന പദത്തിന്റെ അർത്ഥം ബന്ധം ചേർക്കുക എന്നാണ്. വിശുദ്ധ ഖുർആനിൽ 50-ലധികം സ്ഥലങ്ങളിൽ സ്വലാത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ ഒരു സ്ഥലത്തും സ്വല്ലു എന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ നമസ്കരിച്ചു എന്നല്ല പറഞ്ഞത്. അഖീമു അസ്സലാ. എല്ലാ പറഞ്ഞാൽ നിർവഹിച്ചു കൊള്ളുക അല്ലല്ലോ. അതിന് പറഞ്ഞാൽ നേരെയാക്കലാണ്. വീട് കിടക്കുന്ന ഒരു സാധനം പിടിച്ച് നേരെയാക്കുന്നതാണ് അഖാമ എന്ന് പറയുന്നത്. ആമയാണ്. അപ്പൊ എന്താ ഇവിടെ സംഭവം? എന്താണ് നേരെയാക്കാൻ പറയുന്നത്? അഖീമു അസ്സലാ. നിങ്ങൾ സ്വലാത്തിനെ നേരെയാക്കണം. എന്താണ് സ്വലാത്ത്? സ്വലാത്തുൽ ബൈനൽ അബ്ദി വറബ്ബി. നിങ്ങളുടെയും നിങ്ങളുടെ റബ്ബിന്റെയും ഇടയിലുള്ള ബന്ധത്തിലാണ് അത് ശരിയാക്കാനാണ് 5 നേരം ഈ സംവിധാനം തന്നിട്ടുള്ളത്. നമ്മൾ വിചാരിച്ചത് ഇങ്ങനെ കുറ്റി പറയാൻ പറ്റും. നമ്മളിന്റെ പേര് കണ്ടത് നിസ്കരിക്കുക അല്ലെ? ഞങ്ങൾ നിസ്കരിക്കുക നിസ്കരിക്കുക. എവിടാണെന്ന് നിൽക്കുക ഇരിക്കുക. അത് സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അതാ. നിങ്ങൾ മനസ്സിലാക്കൂ, നമുക്ക് സ്നേഹം കൂടുമ്പോ ചില ആളുകളുമായി നമ്മൾ ഭയങ്കരമായിട്ട് ബന്ധമുണ്ടാക്കിയിട്ടുണ്ട്. ഒരു ദിവസം എത്ര തവണ വിളിക്കോ വരെ സ്നേഹം പറയപ്പെടോ അല്ലെ? ആ സ്നേഹമാണ് ചിത്തത്തിൽ മഹത്വമാണ്. നോമ്പ് അതാകണം, നമസ്കാരം അതാകണം. അതാണ് ഇഹ്തിസാബ്. അല്ലാതെ ആരും ചെയ്യരുത്, ആരും ചെയ്തു പോകരുത്. രാത്രി നമസ്കരിക്കാൻ പറഞ്ഞ ഈമാനോടുകൂടിയും അല്ലാത്ത നിസ്കാരമില്ല, അല്ലാത്ത നിസ്കാരമില്ല. അല്ലാതെ ആരും നിസ്കരിച്ച് പോകരുത്. ഒരു പ്രയാസത്തോടുകൂടി ഒരു ഭാരം തീർക്കാൻ വേണ്ടി അത് നമ്മുടെ നമസ്കാരമല്ല. ആ നമസ്കാരത്തിന് അള്ളാഹു നൽകുന്ന സമ്മാനം വൈദ് എന്ന സമ്മാനമാണ്. മൂന്നാമത്തെ കാര്യം സഹോദരന്മാരെ, ഞാൻ അവസാനം പറഞ്ഞ ഖുർആനുമായി നമ്മുടെ മനസ്സിനെ ബന്ധിപ്പിക്കലാണ്, നമ്മുടെ ഹൃദയത്തെ ബന്ധിപ്പിക്കണം. വിശദീകരിക്കട്ടെ, ഒരുപാട് ഞാൻ പറഞ്ഞതിനെ കുറിച്ച് നിങ്ങൾ ശ്രദ്ധിക്കണം. അതിനേക്കാൾ മനോഹരമായ വാചകം
റമദാനുമായി ബന്ധപ്പെട്ട് ഖുർആനെ കുറിച്ച് പറയുന്നു. ഒരടിമയ്ക്ക് വേണ്ടി ഖിയാമത്ത് നാളിൽ ശുപാർശ പറയും. നമുക്ക് വേണ്ടി ശുപാർശ പറയാൻ ആരുമില്ലെന്ന് നാം കരുതുന്ന സമയം നമ്മുടെ മുമ്പിലേക്ക് ഒരു ശുപാർശകൻ കടന്നു വരുന്ന രംഗം ആ ശുപാർശകൻ ചോദിക്കുന്നുണ്ട്, തിരുമേനിയെ വിശദീകരിച്ചിട്ടുണ്ട്. ആ ശുപാർശകൻ ചോദിക്കുന്നുണ്ട്, എനിക്ക് എന്നെ അറിയോ? നമുക്കറിയില്ല, നമ്മളിങ്ങനെ നോക്കും, അറിയില്ലല്ലോ ആരാണ്. ആ ശുപാർശകൻ സംസാരിക്കും. ആ സമയത്ത് ആ ശുപാർശകൻ ഖുർആനാണ്. ആ ഖുർആൻ സംസാരിക്കാൻ ഞാനും ഈ ഉറക്കമൊഴിച്ച് കുറെ എന്നെ പാരായണം ചെയ്ത് വിസ്തരിച്ചിട്ടുണ്ട്. നീ നട്ടുച്ചയ്ക്ക് വിശപ്പ് സഹിച്ച് ദാഹം സഹിച്ച് എന്നെ പാരായണം ചെയ്യും. അതാണ് ഞാൻ ആ രംഗം ആലോചിച്ചു. അങ്ങനെ സൗഭാഗ്യം നമുക്ക് നൽകുമാണ്. നാലാമത്തെ കാര്യം സഹോദരന്മാരെ, നോമ്പിനുള്ള ഒരുക്കത്തിൽ ഏറ്റവും പ്രധാനമാണ് ദുആ. നോക്കൂ, ദുആ ചെയ്യാൻ വേണ്ടി ഖുർആൻ പറഞ്ഞത് നോമ്പിനെ കുറിച്ച് സംസാരിക്കുന്നതിനിടയിലാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഞാൻ ഇവരെല്ലാം കുത്തിബ അലൈക്കുമുസ് സിയാം തുടർന്ന സൂറത്തുൽ ബഖറയിലെ ആ 4-5 ആയത്തുകൾ ഇങ്ങനെ വായിച്ചു വരുമ്പോ അതിന്റെ ഇടയ്ക്ക് ഒരു വാചകം, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. നോമ്പിന്റെ എന്നെ കുറിച്ച് അമ്മയോട് ചോദിച്ചാൽ അത് പറഞ്ഞു കൊടുക്കണം. ഞാൻ അവരുടെ ഏറ്റവും എന്നോട് ചോദിച്ചാൽ, എന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. അതുകൊണ്ട് അവർ എന്നോട് ചോദിക്കട്ടെ, എന്നോട് പ്രാർത്ഥിക്കട്ടെ. ഇതൊക്കെ തുടർന്ന് പറയുന്നത് നോമ്പിന്റെ ഹുക്മാണ്. എന്ന് വെച്ചാൽ നോമ്പും പ്രാർത്ഥനയും തമ്മിൽ അഭേദ്യമായി ശരിക്കും ശ്രദ്ധിക്കണം. വല്ലാത്ത ബന്ധമാണ്, അടുപ്പമുണ്ടാവും. നമുക്ക് ഇത് ഞാൻ പ്രസംഗിക്കാൻ തന്നെ അല്ലെങ്കിൽ പറയാൻ തന്നെ നിങ്ങളുടെ ഉള്ളിൽ വരുന്ന ഒരു വികാരമാണ്. നോമ്പുകാരുടെ കുറിച്ച് അധികം പ്രാർത്ഥിക്കുന്നുണ്ട്. അത് ഈ പാരസ്പര്യമല്ല. പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്ന ലിസ്സായിമി ദഅവത്തുൻ ഇന്ന ലിസ്സായിമി ഇൻദ ഫിത്രത്തിൻ ദഅവത്തുൻ. നോമ്പുകാരൻ നോമ്പ് തുറക്കുന്ന സമയത്ത് പ്രാർത്ഥനയുണ്ട്. അത് തട്ടിക്കളയില്ല. നോമ്പിന്റെ ഒരുപാട് അങ്ങനെ തുറക്കുന്ന സമയത്തുള്ള പ്രാർത്ഥന. അബ്ദുല്ലാഹിബ്നു ചരിത്രം പറയുന്നിടത്ത് കാണാം, അദ്ദേഹം നോമ്പ് തുറന്നൊരു പ്രാർത്ഥന നടത്തി. നോമ്പ് തുറന്നവരെ اللهم إني أسألك برحمتك التي وسعت كل شيء أن تغفر لي. عندنا الصلاة اللهم عند الإسلام اللهم അതുകൊണ്ടാണല്ലോ സൂറത്തുൽ ഫാത്തിഹ തുടങ്ങുമ്പോൾ പുകഴ്ത്തലത്. എന്നിട്ടാണ് ഇതിനെ സിറാത്തൽ മുസ്തഖീം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിറഹ്മതിക. അല്ലാഹുവേ, നിന്റെ കാരുണ്യം കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. എന്താണ് നിന്റെ കാരുണ്യം? അല്ലത്തി വസിഅത് കുല്ല ഷൈഇൻ. ഇവിടെയുള്ള എല്ലാ വസ്തുക്കളിലും വ്യാപകമായി ഉൾക്കൊണ്ടിരിക്കുന്ന നിന്റെ കാരുണ്യം. അല്ലാഹു അതിനേക്കാൾ വലിയ. എന്നിട്ട് എന്താ ചോദിക്കുന്നത്? ഒറ്റ ചോദ്യം, സഹാബത്തിന്റെ ചരിത്രമാണ്. സഹാബത്തിനെ നമ്മൾ ചെയ്യണം. സുഹൂർ നമുക്ക് യഥാർത്ഥത്തിൽ ദുആക്ക് വേണ്ടിയുള്ളതാണ്. സുഹൂർ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയുള്ളതല്ല. നിങ്ങൾ അത്താഴം കഴിക്കൂ. അത്താഴത്തിൽ നിങ്ങൾക്ക് ബർക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഭക്ഷണത്തിന്റെ ബർക്കത്ത് മാത്രമല്ല, ആ സമയത്തിന്റെ ബർക്കത്താ. ആ സമയം ഏതാ? ആ സമയം സുഹൂറിന്റെ സമയം എന്ന് പറഞ്ഞാൽ വിശ്വാസികളുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വലിയ ആകാശത്തേക്ക് ഇറങ്ങി വന്ന് അല്ലാഹു ചോദിക്കുന്നുണ്ട്. നമ്മൾ കേൾക്കും, അത് ശരി കേൾക്കണം നമ്മൾ ആഗ്രഹിച്ചാൽ ചോദിക്കണ്ടല്ല. ആരെങ്കിലും ഉണ്ടോ വല്ല ആവശ്യക്കാരൻ? ഞാനിതാ റെഡിയാണ്. ആരെങ്കിലും ഉണ്ടോ വാങ്ങുന്നത് പുറത്തു തരാൻ? ഞാനിതാ പുറത്തു കൊടുക്കാൻ തയ്യാറാണ്. ഞാനിതാ വന്നിരിക്കുന്നു. അതൊരു വല്ലാത്ത സമയമാണ്. എല്ലാവരും ശ്രദ്ധിക്കണം. സഹോദരൻ, അഞ്ചാമത്തെ കാര്യം, അവസാനത്തെ കാര്യം, നോമ്പ് എന്ന് പറഞ്ഞാൽ
സഹോദരന്മാരെ, ഇൻഫാഖിന്റെ മാസമാണ്. ചെലവഴിക്കേണ്ട മാസമാണ്. ചെലവഴിക്കാൻ ഏറ്റവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ട മാസം. അനസ് റളിയല്ലാഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഔദാര്യവാനായി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നബി തിരുമേനി ഏറ്റവും കൂടുതൽ ഔദാര്യവാനാവുക എപ്പോഴാണെന്ന് വെച്ചാൽ ജിബ്രീൽ നബിയുടെ അടുത്ത് വരുന്ന സമയത്ത്. റമദാൻ അതിനോട് പറഞ്ഞത് എപ്പോഴാണ് ആ സമയം? അതെപ്പോഴാണ്? എല്ലാ രാത്രിയിലും ജിബ്രീൽ വന്ന് ആ സമയത്ത് നബി വല്ലാതെ ഔദാര്യവാനാകും. റമദാനിന്റെ രാത്രികളിൽ ശ്രദ്ധിക്കണം സഹോദരൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഔദാര്യവാനായത് സഹാബത്ത് വായിച്ച് പഠിപ്പിച്ചതിന് എന്തുകൊണ്ടായിരുന്നു? അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിൽ വല്ലാതെ നമ്മളോട് ഔദാര്യം കാണിച്ചത്. ആ ഔദാര്യത്തിന്റെ ഒരു ചിത്രമായിരുന്നു റസൂലുള്ള ഔദാര്യവാനായി. സഹോദരന്മാരെ, നമ്മൾ ചിന്തിക്കണം. രണ്ടു തരം ചിലവഴിക്കൽ നമുക്കുണ്ട്. എല്ലാവരും മനസ്സിലാക്കി വെക്കണം. നമ്മൾ പറഞ്ഞല്ലോ, എന്ന് പറഞ്ഞ ആയത് നിങ്ങളെ അള്ളാഹുവിന്റെ മഗ്ഫിറത്തിലേക്ക് ഓടി വരണം എന്ന് പറഞ്ഞല്ലോ. അള്ളാഹുവിന്റെ മഗ്ഫിറത്തിലേക്കും ആകാശഭൂമികളോട് വിശാലമായി നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുള്ള സ്വർഗത്തിലേക്കും നിങ്ങൾ ഓടി വരൂ എന്ന് പറഞ്ഞിട്ട് അത് മുത്തഖീങ്ങൾക്ക് വേണ്ടി സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്നവർക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് ആ മുത്തഖീങ്ങളുടെ ഒന്നാമത്തെ ഗുണം പറഞ്ഞത് الذين ينفقون في السراء والضراء. സന്തോഷം വരുമ്പോഴും സന്ദർഭം വരുമ്പോഴും അവർ ചെലവഴിക്കും. രണ്ട് തരം ചെലവഴിക്കും. ഒന്നാമത്തെ നിർബന്ധമായ ചെലവഴിക്കണം. അതിനാണ് നമ്മുടെ സകാത്ത് എന്ന് പറയുന്നത്. സകാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അത് ദാനമാണ്, അത് ധർമ്മമാണ്. അങ്ങനെ ഒരു ഭാഷകളിൽ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആപത്താണ്. സകാത്ത് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം വിശുദ്ധി. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായ ഒരു കണക്ക് ഇസ്ലാം അവരുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. അത്രയും പണം ഒരു വർഷം അയാളുടെ കയ്യിലുണ്ടെങ്കിൽ ആ പണം നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ട രീതിയിൽ ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതിന്റെ 2.5% നിങ്ങൾ അതിൽ നിന്ന് സകാത്തിന്റെ അവകാശികളാണെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഏതെങ്കിലും ഒരാൾക്ക് നിങ്ങൾ കൊടുക്കണം. എന്ന് പറഞ്ഞ് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ തൗബയിൽ സകാത്തിന്റെ അവകാശികളെ കുറിച്ച് പറഞ്ഞു. അവരുടെ ആരെയും ബാധ്യതയാണ്. 2.5 നമ്മുടേതല്ല, അവരുടേതാണ്. നമ്മളെ അള്ളാഹു ഏൽപ്പിച്ചു വന്നത് അതൊരു പരീക്ഷണത്തിൽ ഏൽപ്പിച്ചതാണ്. അതുപോലെ അത് കൊടുത്താലേ ബാക്കി വൃത്തിയാകും. അതാണ് സക്കാത്ത്. അത് ശമ്പളത്തിന് സക്കാത്തുണ്ട്, വാടകയ്ക്ക് സക്കാത്തുണ്ട്, കച്ചവടത്തിന് സക്കാത്തുണ്ട്, എല്ലാത്തിനും സക്കാത്തുണ്ട്. നൽകണം. റമദാൻ നമ്മളൊക്കെ സാധാരണ അതിനുള്ള ഒരു അവസരമാക്കി മാറ്റാൻ പറ്റുന്നത്. രണ്ടാമത്തെ കൊടുക്കൽ എന്ന് പറഞ്ഞാൽ, ചെലവഴിക്കൽ എന്ന് പറഞ്ഞാൽ അതാണ് ധർമ്മം. ആ ധർമ്മത്തിന് വളരെ ശക്തമായ കണിശമായ ഒരു നിബന്ധന ഇസ്ലാം വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അത് കൃത്യമാണ്. അല്ലാഹുവിന്റെ വാക്ക് الذين ينفقون أموالهم ഒന്നാമത്തെ നിബന്ധന അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചു കൊടുക്കണം. കൊടുത്താൽ എന്തല്ല അതൊക്കെ എന്താണ് ആഗ്രഹിച്ചത്? അതാണ് കൊടുത്തതിന്റെ പേരിൽ നിങ്ങൾക്കൊരു മനസ്സാക്ഷി കൊടുത്താൽ ഇഷ്ടമുണ്ടാകും. ഞാൻ കൊടുത്തത് നന്നായി, അത്ര കൊടുക്കലില്ലേ, ആ കൊടുത്തതാണ് ഞാൻ അത് ചെയ്യൂ ഇത് ചെയ്യൂ. അങ്ങനെ കൊടുത്തു പോയിട്ടാണ് പറയാം. എങ്ങനെ കൊടുക്കാതിരിക്കാം?
അവരെല്ലാവരും കൂടി വന്നു. അപ്പൊ ഞാൻ കൊടുത്തുപോയി. ഈ രണ്ട് ഗുണമാണ്. സ്വർഗ്ഗയുടെ അവസാന ഭാഗത്ത് അതിമനോഹരമായ കുറെ ഉപമകൾ പറയുന്നുണ്ട് ഇങ്ങനെ കൊടുക്കുന്നവരെ കുറിച്ച്. ഞാൻ പറഞ്ഞു വന്നത് റമദാനിൽ നമ്മൾ അനുഷ്ഠിക്കേണ്ട അഞ്ചാമത്തെ കാര്യം നോക്കൂ. ഇതോടൊപ്പം സഹോദരങ്ങളെ, നമുക്ക് പരിചയമുള്ള കുറേ സംഗതികളുണ്ടല്ലോ. ഈ ചേർത്ത് പറയേണ്ടത് ഒക്കെ നിങ്ങൾക്കറിയാം. നമസ്കാരത്തെ കുറിച്ച് പ്രത്യേകിച്ച് തറാവീഹ് നമസ്കാരം, രാത്രിയിലെ നമസ്കാരം, ദീർഘമായ നമസ്കാരങ്ങൾ പ്രത്യേകിച്ച് പറയേണ്ടതില്ല എന്നതുകൊണ്ടാണ് ഞാനത് സൂചിപ്പിക്കാത്തത്. അതുപോലെ തന്നെ സദഖയുടെ കൂട്ടത്തിൽ ചേർത്ത് പറയേണ്ടതായിരുന്നു നോമ്പ് തുറപ്പിക്കുന്ന സദഖ. അത് വല്ലാത്ത സദഖയാണ്. നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട വളരെ വലിയൊരു സംഗതിയാണ്. നമ്മളൊക്കെ താമസിക്കുന്നതിന് ചുറ്റുപാടൊക്കെ അത് ഇവിടെയായാലും നാട്ടിലായാലും ഒക്കെ കിട്ടാനും പട്ടിണി എടുക്കുന്ന മനുഷ്യനാണ്. കാണണം നമ്മളവരെ, അവരിലേക്ക് നമ്മൾ ചെന്നെത്തണം. അവരിങ്ങോട്ട് ചോദിച്ചു വരിക, അവരിങ്ങോട്ട് ചോദിച്ചു വരുന്ന അവസ്ഥ അവരിലേക്ക് നമുക്ക് ചെന്നെത്താൻ കഴിയും. അവിടെയാണ് നമ്മൾ ചെയ്യുന്നത്. ആ കൊടുക്കുന്നത് വല്ലാത്ത കൃത്യമായി, അത് വല്ലാത്തൊരു അനുഭവമായി. നിങ്ങൾക്കറിയോ, ഞാനൊരു സർവേ നടത്തിയിരിക്കുകയാണ്. കേരളത്തിലെ മുസ്ലിങ്ങൾ പിന്നോക്കം നിൽക്കുന്ന ജില്ലകളിലെ അനാഥകളെ കുറിച്ചുള്ള ഉത്സവം സത്യത്തിൽ ഭയപ്പെടുത്തുന്നതായിരുന്നു. അനാഥകൾ നിങ്ങൾക്കറിയോ, നമ്മുടെ നാട്ടിൽ എത്ര ശതമാനം അനാഥകളുണ്ട്? യതീംഖാനകളെ കുറിച്ച് അറിയാൻ പറ്റില്ല. യതീംഖാനകളൊക്കെ യതീം കുട്ടികളെ കിട്ടാതെ വല്ലാതെ ശ്രമിക്കുന്നു. പക്ഷെ യതീമുകളുണ്ട്. നമ്മൾ പഠിച്ചത് അല്ലെങ്കിൽ നമ്മൾ ശീലിച്ചത് ഈ യതീമുകളെ ഒരു രണ്ടാം കിട പൗരന്മാരാക്കി മാറ്റി അവരെ പ്രത്യേകമായ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി താമസിപ്പിച്ച് പ്രത്യേകമായ വസ്ത്രവും നീക്കിയൊക്കെ അവർക്ക് കൊടുത്തു. അതറിയും. അതൊരു കാലഘട്ടത്തിൽ ആവശ്യമായിരുന്നു. തെറ്റാണെന്ന് അദ്ദേഹം പറഞ്ഞു. ആവശ്യമായിരുന്നു. JDT-യും അതുപോലെ തിരുവനന്തപുരം എത്തിക്കാരിയൊക്കെ ഇതിന്റെ വലിയ ഉദാഹരണങ്ങളാണ്. പക്ഷെ ഇന്ന് കാരണം ഇന്ന് സമൂഹത്തിൽ കുട്ടികളാണെങ്കിൽ പോലും അവർക്കൊരു ക്രെഡിബിലിറ്റി അവരെ ആഗ്രഹിക്കുന്നു. വിശുദ്ധ ഖുർആനും അതാ പറഞ്ഞത്. നിങ്ങൾ ഇക്റാം ചെയ്യണം ആവശ്യപ്പെട്ടു. എന്നിട്ട് ഇക്റാം എന്ന് പറഞ്ഞാൽ അവരെ ആദരിക്കണം, അവരെ അടുത്ത് വിളിക്കണം, അവരെ നിങ്ങൾ പണിയിൽ നോക്കണം, അവരെ തടവിടണം. പറ്റുമോ? നമുക്ക് പറ്റണ്ടേ? നമ്മുടെ കുട്ടികൾ കഴിക്കുന്ന സ്വീറ്റ്സ് അവർ കഴിക്കണം, നമ്മുടെ കുട്ടികൾ ധരിക്കുന്ന ഡ്രസ്സ് അവരും ധരിക്കട്ടെ, നമ്മുടെ മക്കൾക്ക് കിട്ടുന്ന വിദ്യാഭ്യാസം അവർക്ക് കിട്ടട്ടെ. നമ്മുടെ 200 യതീം കുടുംബങ്ങളെ തിരഞ്ഞെടുത്ത് അവരെ ഈ രീതിയിലൊരു മാതൃകത്തിന് പറ്റുമോ എന്ന് പരിശോധിച്ചു. അതിന് മാഷാഅല്ലാഹ് വല്ലാത്ത ഒരു വിജയത്തിൽ എത്തി നിൽക്കുന്ന സമയമാണ്. നിങ്ങൾക്ക് ആ കുട്ടികളുടെ കൂട്ടത്തിൽ 10 വർഷം കൊണ്ടുണ്ടാക്കിയ 8 വർഷം കൊണ്ടുണ്ടാക്കിയ പരിവർത്തനം. ആ കൂട്ടത്തിൽ IAS പഠിക്കുന്ന 2 കുട്ടികളുണ്ട്, മെഡിസിൻ പഠിക്കുന്ന ഏതാനും കുട്ടികൾ, എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കുട്ടികൾ. ആവശ്യമില്ലായിരുന്നു ഇക്റാം. അവരെ അടുത്ത് വിളിക്കണം, ആദരിക്കണം, അവർക്ക് ആവശ്യമുള്ളത് നൽകണം. ഒരു ഭക്ഷണം കിട്ടി കൊണ്ടുപോയി കൊടുക്കാനല്ല ഇക്റാം. യതീമുകളെ സംരക്ഷണം. എപ്പോഴെങ്കിലും തോന്നുമ്പോ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ സദഖ കൊടുക്കാൻ പറ്റില്ല, അതല്ല. മറിച്ച് അല്ലാഹു റസൂലിന്റെ വാക്കില്ലേ, നമുക്ക് കേട്ടില്ല, ഈ 2 പേരെ ചേർത്ത് പിടിച്ചിട്ടാ പറഞ്ഞു, ഞാൻ യതീമിനെ സംരക്ഷിക്കുന്നവനും സ്വർഗത്തിൽ ഇപ്രകാരമാകുന്നു. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെയൊക്കെ അയൽവാസികളുണ്ടാവും, അറിയുന്നവരുണ്ടാവും, ചേർത്ത് പിടിക്കും. ഇതാണ് സത്യത്തിൽ സദഖ എന്ന് പറയുന്നത്. ചേർത്ത് പിടിച്ചോ, സ്വർഗം നമ്മുടെ കൂടെ വരും. നബിസല്ലല്ലാഹു പറഞ്ഞില്ലേ, നിങ്ങൾക്ക് എന്ത് പ്രയാസം വന്നാലും ആ പ്രയാസം ലഘൂകരിക്കാൻ ഒരു മാർഗമായി പറഞ്ഞത് യതീമിന്റെ നിലനിൽപ്പ്. നിനക്ക് സമാധാനം കിട്ടും, സന്തോഷം.
വല്ലാത്തൊരു അനുഭവമായിരിക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ് സഹോദരങ്ങളെ. ഇതൊക്കെ ഒരു റമദാനിന്റെ സന്ദേശം എന്ന നിലയ്ക്ക്, റമദാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു സന്ദേശം എന്ന നിലയ്ക്ക് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകണം എന്ന വിചാരത്തോടു കൂടി പറഞ്ഞതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രീതിയിൽ റമദാനിനെ സ്വീകരിക്കാനുള്ള സൗഭാഗ്യം നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ദുആ ചെയ്യണം റമദാനിലേക്ക് എത്താൻ. ആരോഗ്യത്തോടുകൂടി, ഈമാനോടുകൂടി, ഇഹ്തിസാബോടുകൂടി റമദാനിനെ വരവേൽക്കാനും റമദാനിലെ തത്വങ്ങൾ അനുസരിക്കുവാനും നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാഹു ബല്ലിഗ്നാ റമദാൻ ബിസ്സിഹ്ഹത്തി വൽ ആഫിയ വവഫിഖ്നാ ബിസിയാം റമദാൻ ബിൽ ഈമാൻ വൽ ഇഹ്തിസാബ്. രണ്ട് കാര്യങ്ങളാണ്. അല്ലാഹുമ്മ ബല്ലിഗ്നാ റമദാൻ, അറിയാലല്ലേ ഞാൻ പറഞ്ഞ വാചകങ്ങളൊക്കെ നിങ്ങൾ അപ്രകാരപ്പെടുത്തണം എന്നല്ല, നിങ്ങളുടെ ആശയത്തിൽ നിങ്ങൾ പറഞ്ഞാൽ അല്ലാഹുമ്മ ബല്ലിഗ്നാ റമദാൻ ബിസ്സിഹ്ഹത്തി വൽ ആഫിയ, സിഹത്തോടുകൂടി, അത് പറയട്ടെ, ആഫിയത്തോടുകൂടി, ആരോഗ്യമാണ്, ആഫിയത്തോട് സുഖമാണ്, തടിക്ക് സുഖമാണ്, മനസ്സിന് സുഖമാണ്, അത്രേ നോക്കാവൂ. അങ്ങനെ നമ്മൾ റമദാനിലേക്ക് എത്തിക്കണം. എന്നിട്ടോ ഈ റമദാനിൽ സിയാമിനും ഖിയാമിനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ. ഈമാനോടുകൂടി, ഇഹ്തിസാബ് എന്താണെന്ന് ഞാൻ പറഞ്ഞത്, ഇഹ്തിസാബോടുകൂടി ഇഷ്ടമാണ്, ആഗ്രഹം ഉണ്ടാകും. ഇഷ്ടമില്ലാതെ, ആഗ്രഹമില്ലാതെ ഒരു പ്രവർത്തനത്തിന് ആരും പോകരുത്. ഇവിടെ വന്നിരുന്നല്ലോ കുറേ സമയം ഇവിടെ വന്നിരിക്കുന്നു. ഇവിടെ വന്നിരിക്കുമ്പോ ഈ ഇരിക്കുന്ന ഇരുത്തം, ആ ഇരുത്തം അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ ഈ ഇരുത്തത്തോട് ഇഷ്ടമുണ്ടാകും, ആഗ്രഹമുണ്ടാകും. അവിടെയാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള വിശ്വാസത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രയും സമയം കേൾക്കുന്ന നിങ്ങളോടുള്ള കൃതജ്ഞത, നന്ദി പ്രത്യേകമായി അറിയുകയാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ എനിക്കെതിരെ അല്ലാഹുവിന്റെ കോടതിയിൽ സാക്ഷിയാകാതിരിക്കട്ടെ. കേട്ട കാര്യങ്ങൾ നിങ്ങൾക്കെതിരെയും അല്ലാഹുവിന്റെ കോടതിയിൽ സാക്ഷിയാകാതിരിക്കട്ടെ. ഈ നിങ്ങളുടെ ഒക്കെ ഉണ്ടാകണം. നമ്മളെല്ലാവരെയും ഈ രീതിയിൽ അവന്റെ ഫിർദൗസിലേക്ക് റയ്യാൻ എന്ന വാതിലിലൂടെ കടന്നു പോകുന്ന ഭാഗ്യവന്മാരിൽ നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, എല്ലാവർക്കും നൽകണമേ. വേദന കൊണ്ട്, പ്രയാസം കൊണ്ട്, രോഗം കൊണ്ട് ഈ സദസ്സിന് പുറത്തുമുള്ള എല്ലാ നിങ്ങളുടെ സഹോദരി സഹോദരങ്ങൾക്കും നീ ആശ്വാസം നൽകണമേ, സമാധാനം നൽകണമേ. ലോകത്തിന്റെ വിഭാഗങ്ങളിൽ ഇസ്ലാമിന്റെ പേരിൽ, മുസ്ലിങ്ങളായതിന്റെ പേരിൽ പീഡനങ്ങളും പ്രതിസന്ധികളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്കുണ്ടാകുകയെ ഈ സമാധാനം നൽകണമേ, ശാന്തി നൽകണമേ. ഞങ്ങളൊക്കെ റമദാനിൽ സുഭിക്ഷമായി നോമ്പ് താഴ്മയെടുക്കുകയും നോക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആ സഹോദരങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം ഞങ്ങളുടെ ഉള്ളിലുണ്ട്. അവിടെ നീ അവർക്ക് അർഹമായ പ്രതിഫലം നൽകണമേ. എല്ലാവരും പ്രയാസത്തിനും അവരെ വിമോചിപ്പിക്കണമേ. റഹ്മാനായ മുസ്ലിം ഉമ്മത്തിൽ ഈ റമദാനിലൂടെ ഒന്നിച്ചു നിൽക്കാൻ, ഐക്യപ്പെടാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ. റഹ്മാനായ നിങ്ങളുടെ ഉലമാക്കൾക്കും ഉമറാക്കൾക്കും ഇഖ്ലാസോടുകൂടി പരലോകം ആഗ്രഹിച്ചുകൊണ്ട് ഒന്നിച്ചു ചേരാനുള്ള അവസരം, ഒന്നിച്ചൊരുമിക്കാനുള്ള അവസരം നീ നൽകി അനുഗ്രഹിക്കണമേ. ഈ റമദാനിൽ ഞങ്ങൾ ചെയ്യാൻ നിയ്യത്ത് ചെയ്തിട്ടുള്ള എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്യാനുള്ള തൗഫീഖ്, ആരോഗ്യം, ആയുസ് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. റമദാനിന്റെ ഓരോ നിമിഷങ്ങളും പരമാവധി നിന്റെ അടുക്കലേക്ക് അടുക്കുവാനുള്ള അവസരമായി ഞങ്ങൾക്ക് നീ മാറ്റിത്തരണമേ. കഴിഞ്ഞ നിങ്ങളുടെ ദിവസങ്ങളിൽ, നാളുകളിൽ, വർഷങ്ങളിൽ ഒരുപാട് പാപങ്ങൾ ചെയ്തവരാണ് റബ്ബേ ഞങ്ങൾ. അതൊക്കെ എന്താണെന്ന് നിനക്കറിയാം. ആ പാപങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി ശുദ്ധിയാക്കി ശുദ്ധ മനസ്കരായി ഈ റമദാനിലേക്ക് പ്രവേശിച്ച് അതിനേക്കാൾ ശുദ്ധിയുള്ളവരായി ഈ റമദാനിൽ നിന്ന് പുറത്തു വരാനുള്ള സൗകര്യം ഞങ്ങൾക്ക് നീ നൽകി.
ഇതുപോലെയുള്ള ഇസ്ലാമിക പ്രവർത്തനങ്ങൾ നീ വിജയിപ്പിക്കുകയും ആ പ്രവർത്തിക്കുന്നവർക്ക് നീ കൂടുതൽ ഇഖ്ലാസ് നൽകുകയും ചെയ്യണമേ. آمين اللهم أعز الإسلام والمسلمين. آمين اللهم أعز الإسلام والمسلمين. آمين اللهم أعز الإسلام والمسلمين. آمين وأذل الشرك والمشركين. آمين اللهم ألف بين قلوب المسلمين. آمين اللهم ألف بين قلوب المسلمين. آمين اللهم ألف بين قلوب المسلمين. آمين اللهم اغفر للمؤمنين والمؤمنات آمين والمسلمين والمسلمات آمين الأحياء منهم والأموات آمين إنك مجيب الدعوات يا قاضي الحاجات. آمين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكون من الخاسرين. آمين اللهم بلغنا رمضان آمين بالصحة والعافية. آمين اللهم بلغنا رمضان آمين بالصحة والعافية. آمين اللهم بلغنا رمضان آمين بالصحة والعافية. آمين اللهم وفقنا للقيام والصيام في آمين رمضان آمين بالإيمان والاحتساب آمين برحمتك يا أرحم الراحمين. آمين صلى الله وسلم على سيدنا المرسلين وعلى آله وصحبه أجمعين. آمين والحمد لله رب العالمين. آمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. جزاكم الله ألف خير. جزاكم الله ألف خير.